വിൻഡോസിനാണെന്ന് തോന്നുന്നല്ലേ? അതെ. ഇപ്പൊ നമുക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ചാർട്ട് നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഇപ്പൊ ഒന്നും അറിയാത്ത ആൾക്ക് ഇതിനെ കുറിച്ച് വല്ല മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ടിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടുന്ന്, കോപ്പി ഇമേജ്, എന്നിട്ട് നേരെ ചാറ്റ് ജി പി ടിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഗ്രോക്ക്. ഈ ചാറ്റ് ജി പി ടി, ഗ്രോക്ക്, നോട്ട്ബുക്ക് എന്നൊക്കെ കുറെ ഇതുണ്ട്. അലൻ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം പറഞ്ഞായിരുന്നു, മാനൂസോ, അതും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നേരെ ഇവിടെ പോവാ, ഈ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഗീവ് എ ഡീറ്റെയിൽഡ്, നമ്മൾ ടെക്നിക്കൽ നോക്കാം, ടെക്നിക്കൽ അനാലിസിസ്. ഇത് അറിയാൻ പറ്റവർക്ക് വേണ്ടിയാണ്, ആശാമാർക്കൊന്നും വേണ്ടിയിട്ടല്ല, ഒട്ടും അറിയാത്തവർക്ക് ചുമ്മാ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാ. ഗീവ് എ ഡീറ്റെയിൽ ടെക്നിക്കൽ അനാലിസിസ് ഓഫ് നിഫ്റ്റി വീക്ക്ലി മൂവ്മെന്റ്സ്. ഓക്കെ, ചുമ്മാ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു വീക്കിലി അനാലിസിസ് സമ്മറി വേണമെങ്കിൽ കിട്ടും. ഇപ്പൊ വീക്കിലി ടെക്നിക്കൽ ഇൻഡെക്സ് എൻഡിങ് ജൂലൈ 30 ഓപ്പൺ ഇതാണ്, ഹൈ ഇതാണ്, ട്രെൻഡ് എന്താണ്, നിഫ്റ്റി ഹാസ് എ സ്ട്രോങ് അപ് ട്രെൻഡ് ഇൻ മാർച്ച് 25, ബോട്ടം ഈസ് 21, 22. പിന്നെ ഇതിന്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കിട്ടും. ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ വീക്കിലി വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇൻഡിക്കേറ്റർ ഓവർവ്യൂ, ഏതൊക്കെ ഇൻഡിക്കേറ്റർ ആണ്, ഇപ്പൊ മൂവിങ് ആവറേജ് ക്യാൻ ഇന്റർഫിയർ. മൊത്തത്തിൽ ഒരു അനാലിസിസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഒരു വീക്കിലിയുടെ ഒരു നിഫ്റ്റിയുടെ ഒരു വീക്കിലി അനാലിസിസ് ആണ്. ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഇതൊന്നും കറക്റ്റ് ആവണമെന്നില്ല, ജസ്റ്റ് നമ്മൾ കൊടുത്ത ചാർട്ടിൽ നിന്ന് ഡാറ്റ പിക്ക് ചെയ്തിട്ട് തരുന്ന ഒരു ഡീറ്റെയിൽസ് ആണ്. പിന്നെ കുറച്ച് അല്ലാതെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ടുമോറോസ് വ്യൂ എന്ന് പറഞ്ഞ് ചുമ്മാ അതിന്റെ തന്നെ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ജൂലൈ 14 എന്തായിരിക്കും നിഫ്റ്റിയുടെ ഒരു സ്വഭാവം എന്ന് ടെക്നിക്കലി അനലൈസ് ചെയ്ത് ചുമ്മാ പറഞ്ഞു. പ്രീവിയസ് ഡേ സമ്മറി 25,000 ചേഞ്ച് 200, ടൈപ്പ് ഏതാണ്, ടൈപ്പ് ബെയറിഷ് ക്യാൻഡിൽ വിത്ത് ക്ലിയർ റിജക്ഷൻ ഫ്രം ദ ഹൈ, കീ ലെവൽസ്, റെസിസ്റ്റൻസ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽസ് ഏതൊക്കെയാണ്, ഫ്രൈഡേ ഹൈ ആണ്, അടുത്ത റെസിസ്റ്റൻസ് 2, മേജർ സപ്ലൈസ് ഓൺ റീസെന്റ് ടോപ്പ്, സപ്പോർട്ട് ഏതൊക്കെയാണ്, സപ്പോർട്ട് കിട്ടും. സിനാരിയോ ഫോർ ടുമോറോ, ബുള്ളിഷ് സിനാരിയോ ആണെങ്കിൽ ഹോൾഡ് 25,000 2550 വരെ പോവാ, 25,350 വരെ ലൈക്ലി. സ്ട്രോങ് അപ്സൈഡ് ഓൺലി പോസിബിൾ അബൌവ് 25,400. ഇങ്ങനത്തെ ലെവലുകളൊക്കെ നമുക്ക് ഇതിന് കിട്ടും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ വരച്ചിട്ടിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. ആരും ട്രേഡ് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാര്യം ഓപ്ഷൻ ട്രേഡുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളതുകൊണ്ട്. ഇപ്പൊ ഇൻട്രാഡേയുടെ സ്ട്രാറ്റജികൾ ഇതൊക്കെയാണ്. ബൈ നിയർ 25,000, 2550 വിത്ത് SL ഓഫ് 290. ഇത് കണ്ടോ, ചെറിയൊരു 50 പോയിന്റിന്റെ പോലെ ഇത് പറയുന്നുള്ളൂ. ആ ഒരു 50 പോയിന്റ് കിട്ടിയാൽ SL 50 പോയിന്റ് ആ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഇൻട്രാഡേ പോസിറ്റീവ് മൂവ്മെന്റ് ആണെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ള രീതി. സെല്ലാണെങ്കിൽ 25,300, 25,330 റിജക്ഷൻ, 25,40 അങ്ങനെ സെല്ല്. 25,300 വരുമ്പോഴാണ് സെല്ലടിക്കാൻ പറയുന്നത്. ഇനി സിംഗ് ട്രേഡുകൾ ആണെങ്കിൽ വെയിറ്റ് കൺഫർമേഷൻ അറൌണ്ട് 25,000, ദാറ്റ് ഹോൾഡ്സ് റിമെയിൻ ബുള്ളിഷ്. ഫൈനൽ വ്യൂ ബൈ ആ സൈഡ് വേസ് ടു മിഡ്ലി ബെയറിഷ്, അതാണ് ഓവറോൾ വ്യൂ പറയുന്നത് നാളത്തേക്ക്. സപ്പോർട്ട് 25,000, റെസിസ്റ്റൻസ് 25,300, 25,000 ക്ലോസ്ലി വിൽ ഡിസൈഡ് ദ ഡേയ്സ് ട്രെൻഡ്. ഇതൊക്കെയാണ് നമുക്കൊരു നിഫ്റ്റിയുടെ ഓവർവ്യൂ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ഇത് ആർക്കെങ്കിലും നേരത്തെ ആരും ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങളെല്ലാം സ്ഥിരം ചെയ്യുന്നതാണോ? ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നതാണോ? ചെയ്തിട്ടുണ്ട്. ആ, നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴും ഒരു ചാറ്റിപ്പിയുടെ വേറെ ചാറ്റിൽ പറയണ്ടേ, അപ്പൊ അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വേറെ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. ആശാൻ എക്സെപ്ഷണൽ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേറെ സ്റ്റോക്കിന്റെ ആണെങ്കിൽ ഇതേ സെയിം തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പറഞ്ഞാൽ ടൈറ്റ് ഇപ്പൊ നമ്മള് ഇതിന്റെ ടെക്നിക്കലാണ് നോക്കിയത്. ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ഒന്ന് നോക്കാം. ഇതിന്റെ ചാർട്ട് നമ്മൾ കോപ്പി ചെയ്തു, കാര്യമായിട്ട് ഫണ്ടമെന്റൽ. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചിരിക്കും.
analysis based on carry out a fundamental based on recent result. എന്തെങ്കിലും കൊടുക്കാം, ഞാൻ ചുമ്മാ കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇത് പല സോഴ്സുകളെയും സോഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ മാതിരി തന്നെ, പക്ഷെ ഗൂഗിൾ നമുക്ക് ലിങ്കുകൾ മാത്രമേ എത്തുള്ളൂ. ഇതൊരു ഇതൊന്ന് ഫോർമാറ്റ് ചെയ്ത് ഒരു ഫോർമലൈസ് ആക്കി നമുക്ക് തരും. അപ്പൊ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ സെഗ്മെന്റ്, ഡൊമസ്റ്റിക് ഗ്രോത്ത്, ഇത് ഡൊമസ്റ്റിക് സ്കെയിൽ 19% ഇയർ ടു ഇയർ, 21 റിസൾട്ട് ലാസ്റ്റ് Q1 റിസൾട്ട് ബേസ് ചെയ്തിട്ട് 19% ഇയർ ടു ഇയർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സമ്മറി ഇങ്ങനെയാണ് കാണിക്കുന്നത്, 19 to 20% ആഫ്റ്റർ ടാക്സ്. ഇത് ഒരിക്കലും ഇത് കറക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, കാര്യം എന്ന് ചില സമയത്ത് നല്ല എററുകൾ വരാറുണ്ട്, ഈവൻ മിക്ക വാല്യൂസിലും എററുകൾ വരാറുണ്ട്. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റിസ്ക് ആൻഡ് മാർജിൻ പ്രഷർ, ഫണ്ടമെന്റൽ സമ്മറി, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഫൈനൽ ടേക്ക് അവേ. ഇനി അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ, ഫണ്ടമെന്റൽ ഓവർവ്യൂ ആണ് കിട്ടും. ഒരു വീക്കിലി ടെക്നിക്കൽ ഓവർവ്യൂ നമുക്കാണ്. വീക്കിലി ടെക്നിക്കൽ ഓവർവ്യൂ അതിന്റെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് വാല്യൂ, ഹൈ, ലോയ്, ചേഞ്ച് -6%. ഇതൊരു വീക്കിലി ചേഞ്ച് ആണ്. ജൂലൈ 7 തൊട്ട് 13 വരെ ഉള്ളതാണ് കാണിക്കുന്നത്. ട്രെൻഡ് സ്ട്രക്ചർ അനാലിസിസ്, വീക്കിലി സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവൽസ്, ഇൻഡിക്കേറ്റർ ബേസ്ഡ് വ്യൂ. RSI ആണെങ്കിൽ likely dropped from overbought above 70 to neutral, 40-50 range, breach of 40 could signal deeper weakness. ഇതിപ്പോ 40-50 റേഞ്ചിലാണ് വീക്കിൽ നിൽക്കുന്നത് പറയുന്നത്. Moving average 50 EMA may act as a near-term support around 3,300-3,220. അതാണ് സപ്പോർട്ട്. ഇപ്പൊ ഇത് ഇവിടെ നിൽക്കുവാണ് 3,361 നിൽക്കുവാണ്. bullish only if Titan retains 3,500 with the strength close above. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കി മാർക്ക് ചെയ്ത് വെക്കാം ചാർട്ടിൽ. ഇപ്പൊ വീക്കിലി ബുള്ളിഷ് സ്ട്രെങ്ത് ഇതിന് പോകാന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി. നമ്മൾ കാണുമ്പോൾ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. സോറി, എന്റെ തോട്ടൊന്ന് ഇതാണ്. ഇപ്പം ഇങ്ങനെ നമുക്ക് സ്റ്റോക്കിനെ വേണമെങ്കിലും ടെക്കില് ഇട്ട് അനാലിസിസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ് ആണ്, ചുമ്മാ നോക്കാം. ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് അലൈൻ വിത്ത് മാക്രോ എക്കണോമിക് അനാലിസിസ്. ആഹാ, ചെയ്തില്ലായിരുന്നു. തെറ്റടിച്ചു പോയിക്കാണ്. ഇല്ല, ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വിത്ത് മാക്രോ എക്കണോമിക് അനാലിസിസ്. അപ്പൊ ടൈറ്റന്റെ ഒരു ഫ്യൂച്ചർ അനാലിസിസ് ആണ് ഇതാണ് കാണിക്കുന്നത്. ഷോർട്ട് ടൈം ഔട്ട്ലുക്ക്. ഷോർട്ട് ടൈമിൽ bearish 3,300, correction below that it could invite a further correction of 3,150. 3,300 break at 3,150 എന്ന് പറയുന്നത്. ഇനി മാക്രോ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ കോർ സെഗ്മെന്റ് ജ്വല്ലറി ഒക്കെയാണ് ബ്രാൻഡ്. ഓവർ 80% റവന്യൂ ഫ്രം ജ്വല്ലറി. ഗോൾഡ് പ്രൈസ് വോളറ്റൈൽ. Volatile but rising may affect jewelry margins but drives higher
ticket purchases, inflation moderating in India, positive discretionary spending like watches and jewelry, RBI policy expected to remain accommodative, stable interest rate, consumer credit, rural demands improving but lagging urban, may affect tier 2-3 sales, festive and wedding demands expected rebound, Q3, Q4 strong deliver, tightens Q2, Q3 performance, company fundamentals, ROE, growth drives 25-27 വരെയുള്ള പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഡ്രൈവ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റോക്കിന് ജനറൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ചാർട്ട് കൊടുക്കണമെന്നില്ല, ഇതിനൊക്കെ ഡയറക്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താലും കിട്ടും. ടെക്നിക്കൽ അനാലിസിസ് മാത്രം ചെയ്യണമെങ്കിൽ ചാർട്ട് കൊടുത്താൽ മതി. ഇത് ക്ലിയർ ആണോ? യെസ് യെസ് ക്ലിയർ ആണ്. വേറെ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി പറയാം. അലം വന്നിട്ടില്ല അല്ലേ? അലം വന്നിട്ടുണ്ട് കുറെ. അതിലുണ്ടല്ലോ. ഞാനുണ്ട്. ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടികൾ കുറെ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ പരിപാടികൾ. PDF ഇട്ടിട്ടെ ആനുവൽ റിപ്പോർട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് കണ്ടന്റ് മുഴുവൻ വായിക്കാതെ എടുക്കുന്നത് പറഞ്ഞു. അത് ഞാൻ വേറെ സാധനം കാണിച്ചുതരാം. ഒരു ഇത് ആനുവൽ റിപ്പോർട്ടേ ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടാരെ, ഗ്രൂപ്പിലേക്ക്. അത് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഈസി പരിപാടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം. പറ, ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ പറയാനുള്ള കണ്ടീഷൻസ്. RSI മാർക്കറ്റ് ക്യാപ് അബവ് 2000 crore. അല്ല, അത് സ്ക്രീനറാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ Fine script ആണോ? ഇൻഡിക്കേറ്റർ. ഓക്കെ ഓക്കെ. Fine script അല്ലേ? ഇൻഡിക്കേറ്റർ above 20, 50, RSI 100 EMS. ഓക്കെ. ഡെയിലി ക്യാൻഡിൽ above 20, 50, 100 EMA, RSI above Above 40, 60. 60. നോക്കാം ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നതുകൊണ്ട് വരുമോന്ന് അറിയില്ല. ഇത് ഫിൽറ്ററിന്റെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. Bollinger Band, make indicator for trading view with buy sell signal in latest fine script. ചിലപ്പോൾ എറർ കാണാം ചിലതിനൊക്കെ, ചിലതൊക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഫൈൻ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പോവുക. അപ്പോൾ ഉള്ള ഇൻഡിക്കേറ്റർ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ പോവുക, ഫൈൻ എഡിറ്റർ എടുക്കുക. ഈ ഫൈൻ എഡിറ്ററിൽ നമുക്ക് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആഡിറ്റ് ചാർട്ട് കൊടുക്കുക. ഭാഗ്യം ഇതിനകത്ത് എറർ ഇല്ലാത്തതുകൊണ്ട് വന്നു. കണ്ടോ, നമ്മൾ കൊടുത്ത് ഇത് ഇൻഡിക്കേറ്ററായി മാറി. ഇനി ഇതിനകത്ത് സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ പോയി ഓക്കെ ഓക്കെ. നമ്മുടെ കണ്ടീഷൻസ് അവിടെ മാർക്കായിട്ട് വരും അല്ലേ? ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഡെവലപ്പ് EMA 20, EMA 50, EMA 100, ബോളിഞ്ചർ ബാൻഡ്, അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്, ബൈ സെൽ സിഗ്നൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻഡിക്കേറ്റർ ഫോം ആയി കഴിഞ്ഞു. ഈ ചാറ്റ് GPT പിന്നെ പ്രീമിയം ആണോ അല്ലെങ്കിൽ അല്ല, ഇത് നോർമൽ. അല്ലല്ല, ഇത് സാധാ. നമുക്ക് എനിക്കൊന്ന് കുറച്ച് അരമണിക്കൂർ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അത് എററായി പോകും. അപ്പൊ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് മാറുക. എന്നിട്ട് പിന്നെ 4 മണിക്കൂർ തിരിച്ചു വരിക. അപ്പൊ ഇതുണ്ട, നമുക്ക് കൊടുത്ത ഇൻഡിക്കേറ്ററുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ട്.
ഞാൻ അതിനകത്ത് കുറെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്യുന്നു. ഇപ്പൊ EMA, RSI, ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ ബൈ സെൽ സിഗ്നൽ നമ്മൾ കൊടുത്തോണ്ടാണ് അത് വന്നത്. അങ്ങനെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബൈ സിഗ്നൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്രോസ് ഓവർ ചെയ്യുന്നിടത്താണ്, രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു ക്രോസ് ഓവർ വരുന്നിടത്താണ് ബൈ പറയുന്നത്. ഇത് തന്നെ നമുക്ക് ഇതിപ്പോ നമ്മള് ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് പറഞ്ഞില്ലേ, നമുക്ക് ഒന്നും പറയാതെ ജനറൽ ആയിട്ട് കൊടുത്താൽ പോലും നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ടായി തരും. പ്ലീസ് ക്രിയേറ്റ് ആൻ ഇൻഡിക്കേറ്റർ based on volume breakout and previous level. ഈ വോളിയം ഇതെടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് മന്ത് വോളിയത്തേക്കാൾ കൂടുതൽ ഈ വീക്കിൽ വോളിയം വന്നോ അങ്ങനെ അറിയാൻ പറ്റുമോ? അതെടുക്കാൻ പറ്റും. അത് നമ്മൾ സ്ക്രീനറിനകത്ത് അറിയാം. സ്ക്രീനറിനകത്ത് അത് അല്ലല്ല ഇതിലും ചെയ്യാം, പണിഷ്മെന്റിലും ചെയ്യാം. പക്ഷെ ഇൻഡിക്കേറ്ററിനകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന എനിക്കറിയില്ല. ഇൻഡിക്കേറ്ററിനകത്ത് നമുക്ക് ആ വോളിയം ചാർട്ട് ബേസ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ലെവൽസ് വരും. സ്ക്രീനറിനകത്ത് നമുക്ക് ഓഫ് കോഴ്സ് ചെയ്യാം. ഇതിനകത്ത് തന്നെ നമുക്ക് സ്ക്രീനർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടിടാം. ഇപ്പം റിനിച്ചേട്ടൻ പറഞ്ഞ കണ്ടീഷൻ അതിന്റെ കൂടെ ഇട്ടാൽ മതി. ഇങ്ങനെ കണ്ടീഷൻ വന്ന ക്യാൻഡിലുകൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ മാർക്ക് ചെയ്ത് അത് ചെയ്യാം. മാർക്ക് ഹയസ്റ്റ് വോളിയം ഫ്രം ദ പ്രീവിയസ് വീക്ക് കൊടുക്കാം. മാർക്ക് വോളിയം അത് മാർക്ക് ചെയ്തിട്ടത്തോളം, അല്ലാതെ നമുക്ക് അത് വെച്ച് ഇത് ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും. ഇൻഡിക്കേറ്റർ നമ്മൾ ഓവർലൈൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ ഇടുന്നത്. അപ്പൊ അത് കറണ്ട് കണ്ടീഷൻ വെച്ചിട്ട് ചേർത്തു. ഇതിനകത്ത് അലേർട്ട് വെക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ എത്ര ലിമിറ്റഡ് അലേർട്ടേ ഉള്ളൂ. അല്ലാത്തവർക്ക് പ്രീമിയം എടുക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനൊരു കണ്ടീഷൻ എപ്പോഴെങ്കിലും പ്രീമിയത്തില് പല കാര്യങ്ങളും വർക്ക് ചെയ്യത്തുള്ളൂ. കോപ്പി പക്ഷെ ഇതിനകത്ത് എറർ കാണും കേട്ടോ. ഇതിനകത്ത് കുറച്ചധികം നമ്മൾ കണ്ടീഷൻസ് വന്നോണ്ട് മിക്കവാറും എറർ കാണും. പഠിക്കാൻ സാധ്യതയുണ്ട്. എറർ വരാന്ന് വീണ്ടും വീണ്ടും കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഭാഗ്യം എറർ വന്നില്ല. ഉണ്ടോ നമ്മുടെ വോളിയം ബ്രേക്ക്ഔട്ട് വന്ന ക്യാൻഡിൽസ് ഇതിപ്പോ ടൈറ്റൻ തന്നെയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇതിപ്പോ സൂപ്പർ ട്രെൻഡ് കൊടുത്ത് പറഞ്ഞായിരുന്നു. സൂപ്പർ ട്രെൻഡ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ വോളിയം ബ്രേക്ക്ഔട്ട് വരുന്ന ക്യാൻഡിലുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്താണെന്ന് നോക്കണം. ഫ്ലാഗ് കൊടുത്തതിന് ഹയസ്റ്റ് വോളിയം വീക്ക് ക്യാൻഡിൽ, അതിനാണ് ഈ ഫ്ലാഗ് കൊടുത്തേക്കുന്നത്. സൂപ്പർ ട്രെൻഡ് വന്നിട്ടുണ്ട്. നല്ല ഹോട്ട് ക്യാൻഡിൽസ് ആണ്. വോളിയം ബേസ് ചെയ്തിട്ട് അതിപ്പം രണ്ട് സൈഡിലോട്ടുള്ള വോളിയം എടുത്തിട്ടുണ്ട്. അതാണ് എല്ലാത്തിലും വന്നത്. ഇത് ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഇൻഡിക്കേറ്ററുകളൊക്കെ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹള്ളിന്റെ ലെങ്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക് വന്നിട്ടുള്ള ഹൾ ഇൻഡിക്കേറ്റേഴ്സ് ഡെയിലി ഇത് കൊടുക്കുമ്പോൾ ഹൾ മൂവിങ് ആവറേജ് വെച്ചിട്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് സ്ട്രാറ്റജികൾ ഇത് ഇൻഡിക്കേറ്റർ ഡിപ്ലോയ് ചെയ്യാം. ഇതിന് ഇങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത്
ക്ലോഡും കൂടെ ക്ലോഡും മാനസും കൂടെ എഴുതാൻ അതാ നല്ലത്. ക്ലൗഡ് ഏതാ? എയും മാനസ് എയും ഫൈൻ സ്ക്രിപ്റ്റിന് അതാ നല്ലത്. ഞാൻ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല കേട്ടോ, ഒന്ന് നോക്കി പറഞ്ഞത്. ഇത് സെയിം തന്നെ നമുക്ക് ഗ്രോക്കിനകത്ത് വേണമെങ്കിലും ചെയ്യാം. ഗ്രോക്ക് മറ്റേ എലോൺ മസ്കിന്റെ AI ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത മാതിരി ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും. അതിപ്പം നേരത്തെ ഇട്ട ചാറ്റ് GPT 1 പറഞ്ഞാൽ ഗ്രോക്ക് 10. അതാണ് ഗ്രോക്കിന്റെ ഗ്രോക്ക് അവസ്ഥ. ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വെർഷൻ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ഇത് തരും. നമ്മൾ ഒന്ന് ചോദിച്ചാൽ 10 പറയുന്ന ടൈപ്പ്. അത് ഫുൾ ഡീറ്റെയിൽ അനാലിസിസ് അങ്ങ് തുടങ്ങും. ടെക്നിക് ഇൻ ഡീറ്റെയിൽ നമ്മളൊന്നും ചോദിച്ചില്ല. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, മാർക്കറ്റ് സെന്റിമെന്റ്, വെയർ ടു ബൈ ആൻഡ് സെൽ. പറഞ്ഞിട്ട് പോകും. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രോക്കിൽ അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ കിട്ടും. ഇനി നമുക്ക് മാനസ് വേണമെന്ന് ഷെയർ ചെയ്യും. ഇത് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് അയച്ചായിരുന്നോ? ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അതോട് കാണിച്ചിട്ട് സ്ക്രീൻ എന്താ പറയാ. ഇനി ഇതിന്റെ വേറൊന്നുണ്ട്, നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ സാധനം. ഇതിനകത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെനങ്ങാത്ത ജെയിൻ സ്ട്രീറ്റിന്റെ ഒരു PDF വന്നിട്ടില്ലായിരുന്നു. ഈ PDF ഞാൻ ഇട്ടുകൊടുത്തിട്ട് അതിന്റെ ഒരു ഞാൻ എടുത്തായിരുന്നു. ഇതുപോലെ നമുക്ക് പുതിയ ഒരെണ്ണം എടുക്കാം. ആനുവൽ റിപ്പോർട്ട്. നമ്മൾ ആനുവൽ റിപ്പോർട്ട് എടുത്തു. ആനുവൽ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്തു. റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ആനുവൽ റിപ്പോർട്ടിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഓഡിയോ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ടുപേരിരുന്ന് സംസാരിക്കുന്ന ഒരു വേർഷനിലേക്ക്. അതിന് ഇവിടെ ഒരു ഓഡിയോ ജനറേറ്റർ ഉണ്ട്. ഓഡിയോ ജനറേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. ഇത് ഏതിലായിരുന്നു? ഇത് നോട്ട്ബുക്ക് അല്ല. ബുക്കില്ല. ഓക്കെ, ഒന്നല്ല. ഇത് ഞാൻ മറ്റേ ഉണ്ടാക്കിയതാണ്. ഇതിനകത്തൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ മാതിരി നമുക്ക് ആ കണ്ടന്റ് മൊത്തം രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്ന മാതിരി ഫുൾ നമുക്ക് കിട്ടും. ഇത് ന്യൂ എടുത്താലേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരെണ്ണത്തെ ഇങ്ങനെ ഒരു ദിവസം ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റിൽ ഒരെണ്ണം ഉണ്ടാക്കാം, ഒരു പേജിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട് ഈ വേർഷനിൽ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണ്ടന്റിന്റെ മൈൻഡ് മാപ്പ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ആ കണ്ടന്റിന്റെ രാജു എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അതിന്റെ ഒരു സമ്മറി മൈൻഡ് മാപ്പ് ഇപ്പോൾ ഇവിടെ ജനറേറ്റ് കൊടുത്തേക്കത്. മൈൻഡ് മാപ്പ് നമ്മൾ പോയി കഴിഞ്ഞാൽ ആയില്ല. ഇതിനകത്ത് സമ്മറി വന്നു. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം. ഹൗ ഹാസ് ദ കമ്പനി ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ സ്ട്രാറ്റജിക് ഇവോൾവ് ഫോർ ദ പാസ്റ്റ് ഇയേഴ്സ്? അതിന്റെ ഉത്തരം കൊടുത്തത്. ഓക്കെ, മൈൻഡ് മാപ്പ് വന്നു. മൈൻഡ് മാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സമ്മറിയാണ്. ഇപ്പൊ 2024 കമ്പനി ഓവർവ്യൂ. കമ്പനി ഓവർവ്യൂവിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോർ ബിസിനസ്, മാർക്കറ്റ് പൊസിഷൻ, സ്ട്രെങ്ത്, പ്രൊഡക്റ്റ് കാറ്റഗറീസ്, ലൊക്കേഷൻ, അവാർഡ് റെക്കഗ്നേഷൻ. കോർ ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഫർദർ പ്ലാസ്റ്റിക് എക്സ്ക്ലൂഷൻ മീൻസ് പോസ്റ്റ് എക്സ്ക്ലൂഷൻ എക്യുപ്മെന്റ്സ്. മാർക്കറ്റ് പൊസിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഡിംഗ് മാനുഫാക്ചേഴ്സ് ഇൻ ഇന്ത്യ. അതിനകത്ത് അത് ഡോക്യുമെന്റിനകത്ത് ഉള്ളത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരൊരു മൈൻഡ് മാപ്പിംഗ് നടത്തിയേക്കാണ്. പ്രീമിയം മാർക്കറ്റ് പൊസിഷൻ, ഗ്ലോബൽ പ്ലെയർ. നമുക്ക് സമ്മറി ആയിട്ട് അത് ഒന്ന് കിട്ടും. അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇന്നോവേഷൻ, ടെക്നോളജി,
എഫിഷ്യൻസി, പ്രോഡക്റ്റ് കാറ്റഗറീസ്, എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, ലൊക്കേഷൻ എവിടെയൊക്കെയാണ്. നമ്മൾ വായിച്ചിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ്. ഇനി വീണ്ടും ഈ ഒരു കമ്പനി ഓവർവ്യൂ ആണത്. ഫൈനാൻഷ്യൽ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ, റവന്യൂ, എബിറ്റ, പാറ്റ്, ഇബിറ്റ, പാറ്റ് മാർജിൻ, ബേസിക്, ഡിവിഡൻഡ് റെക്കമെൻഡേഷൻ, ഷെയർ ബൈബാക്ക്, നെറ്റ് വർത്ത്, ടോട്ടൽ ഡെബിറ്റ്, ക്യാഷ്, നെറ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ലീഡർഷിപ്പിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, റിനോവേഷൻ, പ്രൊപ്പോസ്ഡ് റിവിഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്സ്, സോറി, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നോവേഷൻസ്, ലോഞ്ച് ഇൻഡസ് 9-year ഫ്രെയിം എക്സ്റ്റാൻഷൻ പ്ലാന്റ്, അപ്പോൾ അതിന്റെ പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ ഇതിനകത്ത് വരും. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, ഏതെങ്കിലും പുതിയ അക്വിസിഷനോ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ. കോർപ്പറേറ്റ് ഗവർണൻസ്, എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. മാർക്കറ്റ് ആൻഡ് ഇൻഡസ്ട്രി ഔട്ട്ലുക്ക്, ഗ്ലോബൽ പ്ലാസ്റ്റിക് മാർക്കറ്റ്. സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. കാണാം. ഓക്കെ. വാല്യുവേഷൻ, പ്രൊജക്ട് ടു റീച്ച് റീജിയണൽ ഡോമിനൻസ്, ഇന്ത്യൻ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു എക്കണോമിക് അനാലിസിസ്. ആ ഒരു ആനുവൽ റിപ്പോർട്ടിനകത്തുള്ളതിന്റെ ഒരു സമ്മറൈസ്ഡ് ഫോം. നമുക്ക് കുത്തിയിരുന്ന് 200 പേജ് വായിക്കേണ്ട കാര്യം ഇല്ല. നമുക്കൊരു ഇത് കിട്ടും, ഓവർവ്യൂ കിട്ടും. ഇത് ബ്രെയിൻ മാപ്പിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സോറി, മൈൻഡ് മാപ്പിംഗ്. അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരം ഇവിടെ വന്നു. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇവിടെ തന്നേക്കുന്നത്. ഹൗ ദ കമ്പനി പെർഫോമൻസ്. പിന്നെ അങ്ങനെ കുറച്ച് വാട്ട് ആർ ദ കീ ഇന്നോവേഷൻസ് ആൻഡ് മാർക്കറ്റ് ലീഡർഷിപ്പ് പൊസിഷൻസ് ഫോർ ദ രാജു എഞ്ചിനീയറിംഗ്. ഇങ്ങനെ കുറച്ച് കീ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. പാലിൽ നമുക്കിവിടെ ഓഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇത് അലനാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഈ സാധനം. പക്ഷെ ഞാനിത് പിന്നെ ഒരു യൂസ് ചെയ്തപ്പോ ഇങ്ങനെ എനിക്ക് ഗുണമുണ്ട്. എനിക്കിത് പ്രൊജക്റ്റിലും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റി, എന്റെ വർക്കിൽ, ഓഫീസ് വർക്കിൽ. അല്ലെന്ന് ഇത് ഷെയർ ചെയ്തിരുന്ന നോട്ട്ബുക്ക്. അല്ലെങ്കിലാണോ യൂസ് ചെയ്യുന്നത്? അതെ അതെ അതെ. ഞാൻ ഈ ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കീ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫുൾ ആനുവൽ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയുണ്ട്, എന്നിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആനുവൽ റിപ്പോർട്ട് ഇട്ട് കൊടുത്താലും നമുക്ക് വേണ്ട സാധനം മാത്രം എടുത്തു തരും. ചെക്ക് ലിസ്റ്റ് അല്ലേ? ഒരു ചെക്ക് ലിസ്റ്റ്. ഇത് റെഡിയായി വന്നു. ഇത് റെഡിയായി വന്നു കഴിഞ്ഞാൽ കേൾക്കാവോ? ഇത് കേൾക്കാം. ഇല്ല, ഓഡിയോ കേൾക്കുന്നില്ല. ഓഡിയോ കേൾക്കുന്നില്ല? ഇല്ല. ഇത് അങ്ങനെ ഷെയർ ചെയ്യണമെന്നറിയില്ല. ഡൗൺലോഡ് ആയിട്ടുണ്ടെന്തോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കേൾക്കാമോ?
ആ ലിങ്ക് തന്ന വർക്ക് ചെയ്യുന്നുണ്ട്. ജോബി ചേട്ടാ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടായിരുന്നു, അത് വാട്സാപ്പിൽ ഇട്ടാ പോരെ? വാട്സാപ്പിൽ അല്ലല്ലോ. ഇതൊന്ന് ഇട്ട് നോക്കിയാൽ മതി, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇട്ട് നോക്കിയാൽ മതി, സംഭവം വരും. ഇതിപ്പോ ഇല്ലെങ്കിൽ ആ ഫയൽ ഡൗൺലോഡ് ആയി, ഫയൽ മാനേജറിലുണ്ട്. ഡൗൺലോഡ്. ഓക്കെ. പക്ഷെ ഇതിപ്പോ ഇവിടെ ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ. എക്സ്റ്റേണൽ ഓഡിയോ അല്ലേ? അതുകൊണ്ടായിരിക്കും അത് വിട്ടേരെ. വിട്ടേ. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് അതിന്റെ ഒരു സമ്മറി രണ്ടുപേരിരുന്ന്, ഒരാണും ഒരു പെണ്ണോട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. നമുക്ക് വലിയ എഫോർട്ട് ഒന്നുമില്ല. സമ്മറി നമ്മളത് ഒരു 20 മിനിറ്റിന്റെ ഇതായിരിക്കും. ഇത് 15 മിനിറ്റ് ഉള്ളൂ. സാറിന് ഒരു 20-25 മിനിറ്റിനകത്ത് സമ്മറി ആയിട്ട് രണ്ടുപേര് ഡിസ്കസ് ചെയ്യുന്ന ഗ്ലോബൽ മാറ്ററും ഇതിന്റെ പ്രോഫിറ്റും ഇതിന്റെ എല്ലാം കൂടെ നമുക്കൊരു മറ്റേ ഇത് മാതിരി കോൾ മാതിരി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഇത് 3 ആണ് ഗ്രോക്ക്. ഇത് 3 ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ മൈക്ക് അലന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, അലന്റെ എക്സ്പീരിയൻസിന് വേണ്ടി. എന്റെ ഇത് ക്ലിയർ ആയോ? ലാപ്ടോപ്പ് ഇല്ല, ഈ AI വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ദിവസം ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം ലൈവായിട്ട്, അല്ലാതെ. ഓക്കെ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 1-2 ബേസിക് കാര്യങ്ങൾ പറയാം. 1-2 മൊബൈൽ ആപ്പുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. താല്പര്യമുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ. ഇല്ല. കാണാം. ഇപ്പോഴോ സ്ക്രീനർ കാണാം. കാണുന്നുണ്ടോ? കാണാം. കാണുന്നുണ്ട്. ഓക്കെ. സ്ക്രീനറിന്റെ 1-2 ബേസിക് കാര്യങ്ങൾ പറയാം. കാരണം എനിക്ക് ഇതിനകത്ത് ഫുള്ള് ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 1-2 മൊബൈൽ ആപ്പുകൾ മാത്രം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. സ്ക്രീനറിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേലെ കണ്ട 3 ടാബുകളുണ്ട്: മാർക്കറ്റ് പൾസ്, ക്വാർട്ടർലി റിസൾട്ട്സ്, അപ്കമിങ് IPOs. ഇതിൽ നമ്മൾ മാർക്കറ്റ് പൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇത് കണ്ടോ, കോർപ്പറേറ്റ് അനൗൺസ്മെന്റുകളെല്ലാം ഓരോ ദിവസത്തെയും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇത് കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രി ഓവർവ്യൂസ് ഉണ്ട്. കോൺ കോൾസ് ഉണ്ട്, അപ്കമിങ് കോൺ കോൾസ് ഉണ്ട്, ആനുവൽ റിപ്പോർട്ട് ഉണ്ട്, അപ്കമിങ് റിസൾട്ട് ഉണ്ട്. പിന്നെ ഓരോ ദിവസത്തെയും ഡീലുകൾ അറിയാൻ പറ്റും. ഇൻസൈഡർ ട്രേഡ്സ് ബ്ലോക്കിൽ അതെല്ലാം അറിയാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട് ഇന്നലത്തെയാണ്. ഇന്നലെ മറ്റേ പ്രൊമോട്ടർമാർ മേടിച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. പഴയ തൊട്ട് എടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ കോർപ്പറേറ്റ് ആക്ഷൻസ്, ബോണസ്, റൈറ്റ്, സ്പ്ലിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും.
ഫ്രീ പിന്നെ വേർഷൻ റിസൾട്ട് ആക്സസിബിൾ അല്ലേ? ഫ്രീ വെർഷനാണ്. ഉണ്ട് റിസൾട്ടിന്റെ നമുക്ക് ഡീറ്റെയിൽ വേണമെങ്കിൽ ഇവിടുന്ന് PDF ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടുന്ന് ഇപ്പം പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ആ മൊബൈലാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നുണ്ട്, എന്ത് പറ്റി ഇപ്പം പിന്നെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വർക്ക് ആവുന്നുണ്ട്. നേരത്തെ ഇത് മറ്റേ യുദ്ധം ഉണ്ടായ സമയത്ത് ബ്ലോക്കാക്കി വെച്ചേക്കുമായിരുന്നു ഔട്ട്സൈഡേഴ്സിന്. നമ്മുടെ രാജു പോന്നു. നമ്മള് ഡാഷ്ബോർഡിൽ ഇവിടെ നമുക്ക് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിപ്പം അപ്ഗ്രേഡ് ചെയ്യാത്ത കൊണ്ടാണ് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൻ്റെ ഹോം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇപ്പോൾ റിലയൻസ് ഇൻഫ്ര അതിൻ്റെ അങ്ങനത്തെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവിടെ ഇപ്പോൾ അദാനി പവർ വന്ന അനൗൺസ് ഇതൊക്കെ ഞാൻ നേരത്തെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കമ്പനികൾ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാനിത് നല്ലതാണ്. ഇപ്പോൾ SBFC ഇതിൻ്റെ എടുത്ത് നമുക്ക് ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എടുത്ത് അതിൻ്റെ മൊത്തത്തിലൊരു ഇത് ഔട്ട്ലുക്ക് കിട്ടും. അവരുടെ റവന്യൂ അതിനെപ്പറ്റി കമ്പനിയെ പറ്റി ഒരു നല്ലൊരു ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. പക്ഷേ ഇത് ഫ്രീ വെർഷനിൽ നമുക്ക് ഒരാഴ്ചയിൽ ഇത്ര ഒരു ലിമിറ്റഡ് എണ്ണം എങ്ങാണ്ട് ഇങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം, മാർക്കറ്റ് ക്യാപ്പ് നോക്കാം, അതിൻ്റെ കറണ്ട് പ്രൈസ് ഹൈ ലോ അതൊക്കെ കിട്ടും. ഒരു ബേസിക് ചാർട്ട് അവിടെ 50 DMA 200 DMA. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം അതിൻ്റെ ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ആൾ ടൈം ഹൈ 150 അടുത്തായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റവന്യൂ അത് ബേസിക് ഇത് കണ്ടോ, നമ്മൾ നോക്കി തന്നെ അറിയാം ഓരോ ക്വാർട്ടറിലും ഇവരുടെ റവന്യൂ കൂടി വരുന്നുണ്ട്. അവരുടെ മാർജിൻ നല്ല രീതിയിൽ നിൽക്കുന്നു. പ്രോഫിറ്റ് പതിയെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇയർലി നോക്കിയാലും അത് തന്നെ കണ്ടില്ലേ. നെറ്റ് പ്രോഫിറ്റ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കിയേ എന്ത് വ്യത്യാസം വന്നേക്കുന്നതെന്ന്. EPS-നകത്തുണ്ടാക്കിയ മാറ്റം നോക്കിയേ. പിന്നെ മെയിൻ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഇവിടെ നോക്കിയേ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് FIs DPs നല്ല രീതിയിൽ മേടിക്കുന്നുണ്ട്. പബ്ലിക്കിന്റെ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സ്ക്രീനറിലെ മെയിൻ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് നുവാമ. ഹലോ, കാണുന്നുണ്ടോ? കാണാം. ഈ നുവാമ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ നുവാമ മറ്റേ ഇവരുടെ ബ്രോക്കറേജ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മളൊരു നാട്ടിലെ നമ്പർ കൊടുത്ത് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇത് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതാത് ദിവസത്തെ ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇപ്പോൾ വേണ്ട സ്റ്റോക്ക് അഡ്വാൻസ്, ഷെയർ ഡിക്ലൈന്, മാർക്കറ്റ് സ്റ്റാറ്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ Nifty 500 ആയിട്ട് കൊടുത്തേക്കാം. ഇവിടെ ആണെങ്കിൽ BSE മറ്റിട്ട് ഓരോ BSEയിലെ തന്നെ ഓരോ ഇൻഡെക്സസുകൾ എടുത്ത് നോക്കാം. അവിടെ ടോപ്പ് ലോസേഴ്സ് വരും, ടോപ്പ് ഗെയിനേഴ്സ് വരും, പിന്നെ മോസ്റ്റ് ആക്റ്റീവ് 52 വീക്ക് ഹൈ, ഇങ്ങനെ ഡീറ്റെയിൽ എല്ലാം കിട്ടും.
ഇവിടെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഇപ്പം ബാങ്ക് നിഫ്റ്റി തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പം അന്നത്തെ ഇത് കാണിക്കും. ആശാനെ ഇതേത് ആ നുവാമയാണോ? നുവാമ അത് ആപ്പാണോ? ഇൻഡിപെൻഡന്റ് ആപ്പാണോ? അതോ ബ്രോക്കറാണോ? ഇത് ബ്രോക്കർ ആപ്പാണ്, പക്ഷെ നമുക്ക് ബ്രോക്കർ ഒന്നും എടുത്തിട്ടില്ല, ഫ്രീ വെർഷൻ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ആ, ജസ്റ്റ് ആ. ഒരു നമ്പർ ഇട്ട് ഇവിടെ ഒരു ടെക്നിക്കൽ ഇത് കിട്ടും. ഒരു ഡീറ്റെയിൽ ഇതൊക്കെ വേണേൽ കിട്ടും. കൂടുതൽ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഈ തന്നെ ഉണ്ടോ ഈ ബാങ്ക് നിഫ്റ്റി വരുന്ന ഇത്, അതിനകത്ത് ഈ അന്നത്തെ ദിവസം അപ്പായിരിക്കുന്നത് അതെല്ലാം. പിന്നെ ഇതിനകത്തിൽ ഡെയിലി എന്തെങ്കിലും ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരും. മാർക്കറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസത്തെ കണ്ടോ മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് ലെവൽ ഇതുണ്ടോ, IPO പെർഫോമൻസ്. ഇത് ആ ഒരു നമുക്കൊരു ഡെയിലി അന്നത്തെ ഒരു ഓവറോൾ അപ്ഡേറ്റ് കിട്ടാൻ ഏറ്റവും നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ന്യൂവാമ. ഇവിടെ നമുക്ക് ആ ഓരോന്ന് ഇത് മാറ്റി മാറ്റി നോക്കാം. ഫുൾ ഓരോ ഇൻഡെക്സിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ NSE BSE അതനുസരിച്ച് നമുക്ക് ടോഗിൾ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ ഇവരുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും. ലോഗിൻ ചെയ്തിട്ടില്ല, അത് വേറെ പെയ്ഡ് ആകുമ്പോഴത്തേനുള്ളത്. പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന ആപ്പാണ് സ്റ്റോക്ക് എഡ്ജ്. സ്റ്റോക്ക് എഡ്ജ് ഇവിടെ എല്ലാവരും അധികം പേര് ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം സ്റ്റോക്ക് എഡ്ജ് നമുക്ക് കണ്ടോ പ്രൈസ് മൂവ്മെന്റ്സ് ഇവിടെ നമുക്ക് വ്യൂ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇവിടെ മേജർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കിട്ടും. ഇതുണ്ട് അന്നത്തെ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായ സ്റ്റോക്കുകൾ. അതുപോലെ വോളിയം ഷോക്കേഴ്സ് അതുകൊണ്ട് ആവറേജ് വോളിയത്തിനേക്കാളും എത്ര ഇരട്ടി വോളിയം എന്ന് ഉണ്ടായിട്ടുണ്ട്. ടാർമാറ്റ് 52 വീക്ക് ലോയെ ഹൈ അത് എടുക്കാൻ പറ്റും. ആൾ ടൈം ഹൈലോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലെ പ്രൈസ് മൂവ്മെന്റ് നമുക്ക് ഒരു വീക്കിൽ എത്ര ചേഞ്ച് ഉണ്ടായി, ഒരു മന്ത് അങ്ങനെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുണ്ടോ. പിന്നെ ഡെലിവറി അറിയാൻ പറ്റും. ഇതുണ്ടോ കഴിഞ്ഞ ദിവസം വോളിയത്തിലും ഡെലിവറിയിലും ഉണ്ടായിരിക്കുന്ന വ്യത്യാസം കണ്ടോ ഗ്ലെൻമാർക്കിൽ. ന്യൂസ് ബേസ്ഡ് മൂവ് ആയിരുന്നു എങ്കിൽ പോലും, പക്ഷേ അതിന് 3-4 ദിവസം മുമ്പ് തൊട്ടേ നോക്കിയേ അതൊക്കെ വോളിയം ഡെലിവറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ബൾക്ക് ബ്ലോക്ക് ഇൻസൈഡർ ഡീല് ഇതെല്ലാം ഒരു ദിവസം താമസിച്ചായിരിക്കും കിട്ടുന്നത്, പക്ഷെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഹലോ, ഇനി നമുക്ക് താങ്ക് യു താങ്ക് യു. അശ്വതിന് ഇൻട്രാഡേ സ്ട്രാറ്റജി ആണ് അറിയേണ്ടത്. എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തോ, കുഴപ്പമില്ല.
അശ്വതി മൊബൈൽ ഓണാക്കി വെച്ചിട്ട് അടുക്കള പണിയായിരിക്കും. എന്നാ ഞാൻ ഇൻട്രാഡേക്ക് മൂവ് ചെയ്യാൻ കിട്ടുന്ന സ്റ്റോക്കിന് എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ? ഇൻട്രാഡേക്ക് അശ്വതിക്ക് എങ്ങോട്ട് മാത്രം ഏതെങ്കിലും സൈഡിലേക്ക് മൂവ് ഇട്ടാണ്? അത് അശ്വതിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് ആരും ഇത്രയും നാളായിട്ട് ഞങ്ങൾ തപ്പിട്ട് കിട്ടിയിട്ടില്ല. അല്ല, ഞാനിപ്പോ സ്റ്റോക്ക് അശ്വതി കാണിച്ചില്ലേ, മറ്റേ വോളിയം മൂവേഴ്സ്, പ്രൈസ് മൂവേഴ്സ്, അതിൽ നിന്ന് തന്നെ പല സ്റ്റോക്കുകൾ പിറ്റേ ദിവസം നല്ല മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നതൊക്കെ. അപ്പൊ നമ്മൾ അവിടെ അത് വെച്ചിട്ടൊരു ബേസിക് നമ്മളൊരു സ്റ്റോക്കുകൾ എടുത്ത് ചെയ്യാൻ നമുക്ക് പിറ്റേ ദിവസം നല്ല മൂവ്മെന്റ് ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വോളിയം ഇൻക്രീസ് ആകുന്നതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന വേറെ ഈ രാവിലെ ചോദിച്ച റിസർച്ച് 360, ഇതൊരു ഫ്രീ ആണ്. ഇത് മോട്ടോസാളിന്റെ ആണ്, നോവയുടെ കണക്ക്. ഇതിനകത്ത് അവർ കോള് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കോളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കി കളയും. ഇതിനകത്ത് നമുക്ക് പിന്നെ സെക്ടർ വൈസ് ഇൻഡസ്ട്രി എടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ഒരു ആപ്പാണ്. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ന്യൂട്രലാണ്, ഇപ്പോൾ ലോങ് ടൈമിൽ, ഷോർട്ട് ടൈമിൽ, ഇൻട്രാഡേയിൽ, എഫ് ഐ ഡീലിങ്സ് എല്ലായിടത്തും കിട്ടും. പിന്നെ 100 to 100 നേരത്തെ കാണിച്ച സാധനങ്ങൾ തന്നെയൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. 52 വീക്സ്, ടോപ്പ് മോസ്റ്റ് ആക്റ്റീവ്, ടുഡേയ്സ് റിക്കവറി ആൻഡ് ഫോൾ, ഒരുപാട് ആപ്പുകളുണ്ട് ഇതുപോലെ. റിസൾട്ട് അനാലിസിസുകൾ, റിസൾട്ടിന്റെ ഉണ്ട്, ഗെയിനേഴ്സ് ലോസ്, ഫെർട്ടിലൈസറിൽ ഉള്ള കമോഡിറ്റി ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് റിസൾട്ട് വന്നത്, ഡെൽറ്റ ഇതിന്റെ പ്രോഫിറ്റ് ചേഞ്ച്, അങ്ങനെ റിസൾട്ട് അനാലിസിസ് ചെയ്തിട്ട് സെക്ടർ ബേസ്ഡ് റിസൾട്ട് അനാലിസിസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെക്ടർ ഇൻഡസ്ട്രി വൈസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ ഇതല്ലേ പറ്റും. അന്നത്തെ മൂന്ന് റിസൾട്ട് ഉണ്ട്, റിസൾട്ട് കമ്പാരിസൺസ്. മൊത്തം എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിനകത്ത് എത്ര പെർസെന്റേജ് പ്രോഫിറ്റബിൾ ആണ്, റവന്യൂ ചേഞ്ച്, പ്രോഫിറ്റ് ചേഞ്ച്, സെക്ടർ വൈസിലുള്ള ഗെയിനേഴ്സ്, ലൂസേഴ്സ്, അതപ്പോ ആ ഒരു സെക്ടറിൽ ഇപ്പം 10-12 അന്നത്തെ ദിവസം ഏതാ മൂവ് ചെയ്തൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും. പിന്നെ IPO റിവ്യൂ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ലിസ്റ്റിംഗ് ഗെയിനിന്റെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അതിനകത്ത്. റീസെന്റ് ലിസ്റ്റഡ് നമുക്ക് നേരെ ഇതെടുത്തിട്ട് നമുക്കിത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ നടത്താം. അങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രീവിയസ്ലി എത്ര താഴെ പോയി, ഒരു വർഷത്തെയാണ് കൊടുക്കുന്നത്, 26 ജൂലൈ കഴിഞ്ഞ ഒരു വർഷത്തെ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം IPO എല്ലാം നമുക്ക് ഇവിടെ ഇതിൽ കിട്ടും. ലിസ്റ്റിംഗ് ഗെയിനേഴ്സ്, ലൂസേഴ്സ്, IPO റിവേഴ്സലൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്ത് എളുപ്പമാണ്. IPO യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസ് 117 ഓഗസ്റ്റ് 24 പഴയത്. ഓക്കെ, റീസെന്റ് ലിസ്റ്റ് ചെയ്ത് നല്ല ഗെയിനേഴ്സ് കിട്ടിയൊന്നുമില്ല. ഉണ്ടല്ലോ എന്തായത് ക്രൈസാക്കോ, അത് ക്രൈസാക്ക് അല്ല, നേരത്തെ 90% കിട്ടുന്നുണ്ടായിരുന്നല്ലോ. റീസെന്റ് വിളിക്കാം നമുക്ക്. ഇത് മമതയാണ് റീസെന്റ് ഏറ്റവും വലുത് വന്നത്. ഇപ്പൊ മമത എത്രയാണ് കറണ്ട് LTP? മമത 300-400 സംതിങ് അല്ലേ? അത് കഴിഞ്ഞ വീക്കില് മൂവ് ചെയ്തായിരുന്നു. ഇത് നമുക്ക് എക്സൽ എടുത്തിട്ട് LTP കൊണ്ട് ഗൂഗിൾ ഷീറ്റ് എടുത്ത് LTP കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ ഗൂഗിൾ ഷീറ്റ് വേണം ഞാൻ കാണിക്കാം. ഓക്കെ, ഗൂഗിൾ ഷീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ പേര് എടുത്ത കോഡ് സിമ്പിളാണ് വേണ്ടത്. സിമ്പിൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ NSE സ്റ്റോക്കുകൾ മാത്രമേ വർക്ക് ചെയ്തോളൂ. ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് LTP ഈ ഒരു കോഡ് വെച്ചിട്ട് പ്രൈസ് എന്ന് പറഞ്ഞ് NSE/
ഈ കോഡ് ഇതുപോലെ പ്രൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നമുക്ക് കിട്ടും. എക്സൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിലേ ഉണ്ട്. ഇതിനകത്ത് ഗൂഗിൾ ഷീറ്റ് അത്ര ഡിലേ ഇല്ല, ഒരു 5-10 മിനിറ്റ് ഒക്കെ അപ്ഡേറ്റ് ആവും. ഇത് അപ്ഡേഷൻ ടൈമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, ഡേറ്റ ഡിലേ. ഇതിനകത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും എത്ര ഡിലേ ഉണ്ടെന്ന്. ഇപ്പോൾ ലൈവ് മാർക്കറ്റിലാണ് LTP കിട്ടണമെങ്കിൽ, ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കിട്ടണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഓപ്പൺ പ്രൈസ് ആണ് വേണമെങ്കിൽ ഈ കോഡ് പ്രൈസ് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം സ്ക്രിപ്റ്റിന്റെ ഓപ്പൺ പ്രൈസ് കിട്ടും. ഹൈ വേണമെങ്കിൽ ഇത് കൊടുത്താൽ മതി, ഹൈ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെയിം സ്ക്രിപ്റ്റിന്റെ ഹൈ കിട്ടും. ലോ വേണമെങ്കിൽ ലോ കിട്ടും. ഇതെല്ലാം ഗൂഗിൾ ഷീറ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകത്തില്ലേ? ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. ക്ലോസ് എസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം ഡിലേ ഇവിടെ കാണിക്കും. നമുക്ക് ടൈം ഡിലേ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഡിലേ കാണും. ഇവിടെ ടൈം ഡിലേ, ഡേറ്റ ഡിലേ ഇവിടെ കാണിക്കും. ഈ ഒരു കോഡ് കൊടുത്താൽ ഡേറ്റ ഡിലേ അറിയാൻ പറ്റും. ഇപ്പം ഇതെല്ലാം ഡയറക്റ്റ് കോഡുകളാണ്. ഹൈ, ലോ, പ്രീവിയസ് ഡേ ക്ലോസ്, അതായത് എസ്റ്റർഡേ ക്ലോസ് എസ്റ്റർഡേ എന്നാണ്. ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗെയിൻ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്ര പോയിന്റ് ഇത് ചെയ്യും. നമ്മളിപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ LTP നമ്മളുടെ ഡിഫറൻസ് ആണ് ഗെയിൻ കൊടുത്തേക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് അത് തന്നെ. ഗെയിനിൽ നിന്ന് LTP ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് അറിവ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, അത് നമുക്ക് ഡിഫറൻസ് എടുത്താൽ മതി. പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്യുന്ന എടുത്താൽ മതി. പെർസെൻറ്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. വോളിയം ഇത് മാറിക്കൊണ്ടിരിക്കുന്ന വോളിയാണ്. ആവറേജ് വോളിയത്തിന്റെ ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വോളിയം ഉണ്ട് അതിനെ ഞാൻ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് കെയിൽ എത്ര കെ വോളിയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 10,000 ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചാർട്ട് നമുക്ക് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ചാർട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ആ കോഡ് ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ട് എവിടെ? ട്രേഡിംഗ് വ്യൂലാണോ ചാർട്ട് പോകുന്നത്? ട്രേഡിംഗ് വ്യൂലോട്ട് പോകാൻ പറ്റും. ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തു. ഈ ഒരു സിമ്പിൾ കൊടുത്തിട്ട് അതിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ചാർട്ടിന്റെ ലിങ്ക് വരും. ഇവിടുന്ന് നേരെ നമുക്ക് ട്രേഡിംഗ് വ്യൂലോട്ട് പോകാം. ഇവിടെ ട്രേഡിംഗ് വ്യൂവിന്റെ ലിങ്ക് കാണിക്കും. ഇതൊരു ഹൈപ്പർ ലിങ്ക് മാത്രമാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂലോട്ട് പോയി പർട്ടിക്കുലർ ചാർട്ട് ഓപ്പൺ ആവും. പിന്നെ അതൊന്ന് വോളിയം സ്ക്രീനില്ല. പിന്നെ ഇതിനകത്ത് തന്നെ LTP വോളിയം, ഡയറക്റ്റ് വോളിയം, കറണ്ട് വോളിയം, ആവറേജ് വോളിയം അല്ല, ഇപ്പോൾ ഉള്ള വോളിയം അറിയണമെങ്കിൽ കറണ്ട് വോളിയം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കൊടുക്കാം. ഇനി ഡെറിവേറ്റീവ് സ്റ്റോക്ക് ഇതിലൊക്കെ കൊടുത്തേക്കുക. വോളിയം ആവറേജ് വരും. പിന്നെ 52 വീക്ക് അതിന് ഹൈ 52, ലോ 52 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 52 വീക്ക് ഹൈയും ലോയും കിട്ടും. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് PCT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് വരും. അതിനെ ഡിവൈഡ് ബൈ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പെർസെൻറ്റേജിൽ കിട്ടും. നേരത്തെ പറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഡയറക്റ്റ് എടുക്കാം. ഇത് GAN സ്ക്വയർ ഓഫ് 9 ആണ്. അവിടെ ഗണേഷ് നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഇപ്പൊ ഏത് ഈ എക്സൽ ആണോ? എക്സലിനകത്ത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകാൻ. പക്ഷെ അതിനകത്ത് BSC വരുന്നുണ്ടല്ലോ. എക്സലിനകത്ത് കിട്ടും. എക്സലിനകത്ത് BSC NSC കിട്ടും. എക്സലിനകത്ത് പക്ഷേ എൻഡ് ഓഫ് ഡേറ്റ ആണ് കൂടുതൽ കിട്ടുന്നത്. ലൈവായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടത്തില്ല. ഗൂഗിൾ ഷീറ്റിനകത്ത് ലൈവ് അപ്ഡേറ്റുകൾ കിട്ടും. പ്രൈസ് ചേഞ്ച് മറ്റേതിന്റെ എക്സലിനപ്പോ അത് എക്സലിനകത്ത് ചെയ്യാൻ പറ്റും. എക്സലിനകത്ത് സ്റ്റോക്കിന്റെ ഡേറ്റ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എക്സലിനകത്ത് പോവാണെങ്കിൽ എക്സലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സല് അത്യാവശ്യം പക്ഷെ നല്ല നമുക്ക് ഒരു പ്ലാൻ ബേസ്ഡ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സൽ ആയിരിക്കും നല്ലത് ട്രാക്ക് ചെയ്യാനൊക്കെ. പക്ഷെ ഇത്രയധികം കൂടുതൽ ഇതില്ല. നമുക്ക് ഇത്രയധികം പ്രൈസുകൾ ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല എക്സലിനകത്ത്. LTP അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ.
അല്ല ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു വിഷയത്തിന് മറ്റേ 1 crore പ്രൊജക്ട് അല്ലെങ്കിൽ സിൻട്രേഡ് ആ, ഇത്ര രൂപ വെച്ച് ആ. സ്റ്റാർട്ട് ചെയ്യുക ആ രീതിയിലൊക്കെ ഇതിപ്പോ ചെയ്യുന്നവർക്ക് എക്സൽ അല്ലേ മോണിറ്റർ, ഗൂഗിൾ ഷീറ്റിനെ മോണിറ്റർ ചെയ്തിരുന്നത്. എക്സലില് ചെയ്യാം, എക്സലിനെ കാണിക്കാം. റിലയൻസ് നമ്മൾ ഇട്ടു. ഇനി റിലയൻസിന്റെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ സ്റ്റോക്കിൽ പോയി ക്ലിക്ക് ചെയ്യുക, ഡേറ്റയിൽ. ഇത് പുതിയതിനകത്ത് മാത്രമല്ല, ലേറ്റസ്റ്റ് എക്സൽ വേർഷനകത്ത് മാത്രം. ഇപ്പൊ ഇവിടെ കാണിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ഇത് എത്ര ഹിസ്റ്ററി ഏതാ വെർഷൻ ഏതാ 360. എക്സൽ 360. അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും വരും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും വരും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഡാറ്റ ഡയറക്റ്റ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഡാറ്റാസ് എല്ലാം നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസ് സ്റ്റോക്കായി മാറിക്കഴിഞ്ഞു. ഇനി ഈ സ്റ്റോക്കിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ വരും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഫീൽഡ്. 52 വീക്ക് ഹൈ കിട്ടും, 52 വീക്ക് ലോ. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. ബീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ വോളറ്റിലിറ്റി വാല്യൂ, ചേഞ്ച്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, കറൻസി, ഡിസ്ക്രിപ്ഷൻ. സ്റ്റോക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഫുൾ ആയിട്ട് വരും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. അടുത്ത വീണ്ടും ഇവിടെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയാം. എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, എക്സ്ചേഞ്ച്, ഏത് എക്സ്ചേഞ്ചിലാണെന്ന്, എക്സ്ചേഞ്ച് അബ്രിവേഷൻ, NSE, ഹെഡ് ക്വാർട്ടർ, ധീരുഭായ് അംബാനി നോളജ് സിറ്റി, കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, വീണ്ടും അടുത്ത് വന്നിട്ട് നമ്മൾ ഇൻഡസ്ട്രി, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇൻസ്ട്രുമെന്റ് ടൈപ്പ്, സ്റ്റോക്ക്, ഇങ്ങനെ പോവും. ലാസ്റ്റ് ട്രേഡ് ടൈം. ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടാൻ ഒരു ദിവസമൊക്കെ ഡിലേ വരും ഇതിനകത്ത്. റിയൽ ടൈം കിട്ടാൻ സാധ്യതയില്ല. ലോ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഇതിനകത്ത് വരും. അതിനകത്ത് മാർക്കറ്റ് ക്യാപ്പ് വരത്തില്ല എന്ന് തോന്നുന്നു. ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, എം ക്യാപ്പ് ഉണ്ട്. ഗൂഗിൾ ഷീറ്റിനകത്തുണ്ട് എം ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ്, വോളിയം, ആവറേജ് വോളിയം, ഇയർ ഇൻകോപ്പറേറ്റ്. ഈ വോളിയം, ആവറേജ് വോളിയം കമ്പാരിസൺ ഒക്കെ എക്സൽ ആയാലും മതി, പക്ഷെ ഡിലേ ഉണ്ട്. ടിക്കർ സിമ്പിൾ, ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതാണ് മറ്റേ ഫ്രീ ഫ്ലോട്ട് ഷെയർസ്, ഇതെല്ലാം അത്യാവശ്യം ഇങ്ങനെ എക്സലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിപ്പോ ടാറ്റ പവറിനെ ഇതെടുത്ത് ടാറ്റ പവറിനെ സ്റ്റോക്കാക്കി. ഇനി നമ്മൾ നേരെ പോയിട്ട് ഇവിടെ താഴെ വലിച്ചിട്ടാൽ മതി. ടാറ്റ പവറിന്റെ ചരിത്രമെല്ലാം വരും. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ എക്സല് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഗുണമുണ്ടായോ പറഞ്ഞതിൽ? തീർച്ചയായിട്ടും. ഇത് ഗൂഗിൾ ഷീറ്റാ. ഇതിനകത്ത് നമുക്ക് തന്നെ ഇത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നൊക്കെ ബേസ് ചെയ്തിട്ട്, ലോൺസ് ആണോ ഗെയിൻ ആണോ, നമുക്ക് തന്നെ ഇക്വേഷൻസ് സെറ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ റിയൽ ടൈം ഡാറ്റ കിട്ടും. വോളിയം, ആവറേജ് വോളിയം ഇമ്മീഡിയറ്റ് എനിക്ക് നോക്കാൻ പറ്റും. ആവറേജ് വോളിയത്തിനൊക്കെ കൂടുതൽ വോളിയം വരുവാണെങ്കിൽ എനിക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബ്രേക്കൗട്ട്, ആവറേജ് വോളിയത്തിൽ കൂടുതൽ റിയൽ ടൈം വോളിയം വരുവാണോ, ഇതൊക്കെ ഡയറക്റ്റ് സ്ക്രീനിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് കളർ കൊടുത്ത് സെഗ്രിഗേറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യാവുന്നത്. ഇനി ഇതിന്റെ നേരത്തെ ചാർട്ട് ചെയ്യാനുള്ള കോഡാണ് ഞാൻ കാണിച്ചത്. ഇനി ഫണ്ടമെന്റൽസ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് NSE ആയിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം കൊടുത്താൽ മതി, NSEയുടെ സിമ്പിൾ. ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റലിലേക്ക് NSEയുടെ സൈറ്റിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഇനി NSEന്ന് ഡാറ്റ എടുക്കുന്ന പരിപാടി ഉണ്ട്. അത് കുറെ ഇച്ചിരി പാടുപെട്ട പണി. ഡെയിലി ട്രൈ ചെയ്ത് ബാവ് കോപ്പി അല്ല, അതിൽ നിന്ന് നമ്മൾ NSEയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇച്ചിരി കുറച്ച് തലവേന പിടിച്ച പണിയാണ്. അതെ, കറക്റ്റ്. അതിൽ നിന്ന് നമ്മളൊന്നും ചെയ്യണ്ട, അതിൽ നിന്ന് തന്നെ ഡാറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും.
ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് NSE പർട്ടിക്കുലർ സ്റ്റോക്കിൽ വരാം. സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡാറ്റ ഒക്കെ എടുക്കാം. ഇപ്പൊ ഇവിടുന്ന് കണ്ടില്ലേ വാവ് കോപ്പി എടുക്കുന്നത്. വാവ് കോപ്പി എടുക്കുന്ന ഇവിടെ ഞാനത് എടുത്തിട്ടില്ല സത്യം പറഞ്ഞു. മാർക്കറ്റ് ഡാറ്റ ആണോ? റിസോഴ്സസ് ആണ്. റോബിൻ എടുക്കാറുണ്ട്. റോബിൻ ചെയ്യും. റോബിന്റെ അരവിന്ദ് ഇവിടെ പുള്ളി അതിന്റെ പുള്ളി ത്രൂ എല്ലാരും പഠിച്ചു. ഓക്കെ, അത് നോക്കാം. പുള്ളി എടുത്ത് അതിന്റെ റോബിൻ ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്, ഡെയിലി റിപ്പോർട്ടിലെന്തോ ഡെയിലി റിപ്പോർട്ടിലായിരിക്കും. പാവ് കോപ്പി, കറൻസി ഡെറിവേറ്റീവ്, മന്ത്ലി സെലക്ട് റിപ്പോർട്ട്സ്, സ്പാന്, എഫൻഡ് വൈസ് പൊസിഷൻ, ലിമിറ്റ് ഫയല്. സെർച്ച് ചെയ്ത് നോക്കാം. വാവ് കോപ്പി അതായത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. സ്പെല്ലിംഗ് എന്തായിരുന്നു? കോപ്പി മാർക്കറ്റ് ക്യാപ്പ്, ഇൻഡിസസ്. എനിവൺ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പറയൂ. ആളുകളൊക്കെ അറിയത്തില്ല. റിസോഴ്സസ് ഒന്ന് എടുക്കാവോ? ഓക്കെ, മിണ്ടാതിരിക്കുക, ചോദിച്ചാലേ പറയത്തുള്ളൂ. ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. സെക്യൂരിറ്റി വൈസ് പ്രൈസ് അച്ചീവ്, സെക്യൂരിറ്റി വൈസ് പ്രൈസ് വോളിയം അതൊന്ന് എടുത്ത് നോക്കാവോ? അല്ലല്ല, ഇവിടെ ഡെലിവറി ഡാറ്റ കിട്ടുന്ന സ്ഥലം ഇത്. അല്ല, റിസോഴ്സസിലെ ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സില് ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സ്. ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സ്. ഓക്കെ, ചേട്ടാ കിട്ടി. മാർക്കറ്റ് ഡാറ്റയില് ഓക്കെ, അതിൽ ഇക്വിറ്റീസ് ആൻഡ് SME കണ്ടോ? മാർക്കറ്റ് ഡാറ്റയില് മാർക്കറ്റ് ഡാറ്റയില് ഡെയിലി റിപ്പോർട്ട്സ് ഉണ്ടോ? ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടോ? ഡെയിലി റിപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഡെയിലി റിപ്പോർട്ട് ഉണ്ട്. അത് തന്നെ. അതില് ഡെറിവേറ്റീവ് അല്ല, ഞാൻ ഫോണിലാ എടുത്തേ. കറണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത്? മാർക്കറ്റ് ഡാറ്റ, ക്യാപിറ്റൽ മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എവിടെ? സ്റ്റോക്കിന്റെ പേര് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിനകത്ത് ഏറ്റവും മുകളിൽ SME ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോണിൽ എടുക്കുന്നുണ്ട്.
ഓക്കെ, അതുകൂടെ ക്ഷമയില്ല. മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റില്ല. ആ. ഓക്കെ, അതിന്റെ ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അത് മതിയല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡെയിലി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുണ്ടോ? ഇതെന്ത് ലിങ്ക് ഇവിടെ ഇട്ടാ? അതോ ഗ്രൂപ്പിലിട്ടാ? ഞാൻ അയച്ചിട്ടുണ്ട്. ആ, സ്ക്രോൾ ചെയ്താൽ മതി, ആ പേജിൽ തന്നെ. ഈ പേജാണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇതിനകത്തുണ്ട് ബാബു കോപ്പി. ആ ഡെയിലി റിപ്പോർട്ട്സിൽ താഴെ വരും. താഴെ ബാബു കോപ്പി എന്ന് പറഞ്ഞൊരു താഴോട്ട് നോക്കാൻ. ഇതാണ് ബാബു സിപ്പ്. കോപ്പി. അതെ. ഇതിനകത്ത് എടുക്കുമ്പോ എന്താ കിട്ടും നിനക്ക്? അത് എക്സലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സൽ LICയുടെ സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, മദേഴ്സ്. അല്ല അത് ശരിക്കും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അരവിന്ദേട്ടൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. പുള്ളി ഇത് എങ്ങനെ എടുക്കുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട്. അത് നോക്കേണ്ടി വരുന്നു. മറ്റേ നമ്മള് ഇത് ചെയ്യുന്നല്ലേ, പുള്ളി ചെയ്യുന്നല്ലേ, ക്ലോസ് പ്രൈസ്, നെറ്റ് ഡെലിവറി വാല്യൂ, ഇതാണോ? ഡെലിവറി ട്രേഡ് ക്വാണ്ടിറ്റി ഡെലിവറി അല്ലേ? പുള്ളി ഇത് വെച്ചിട്ട് മറ്റേ ഒരു എന്തോന്ന് പോലെ ഇത് ഉണ്ടാക്കുകയും ചെയ്യും. വീലുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുകയായിരിക്കും. അതെ, വീലുക്ക് വെച്ചിട്ട്. അത് വെച്ചിട്ടൊരു മറ്റേ ഹീറ്റ് മാപ്പ് പോലെ ഇത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഡെയിലി ഇത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. മറ്റേ ഹീറ്റ് മാപ്പ് ചെയ്യുന്ന പോലെ ഒരു ഗ്രാഫിക്കൽ ഇതില്ലേ. അതാണ്ട് ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ട്, പ്രീവിയസ് ക്ലോസ്, ഓപ്പൺ, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ഓപ്പൺ ക്ലോസ്, നെറ്റ് ഡെലിവറി ഡേറ്റ, നെറ്റ് ട്രേഡ് ക്വാണ്ടിറ്റി. ഇത് വെച്ചിട്ട് 52 വീക്ക്, 52 വീക്കിലോ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? നെറ്റ് ഡെലിവറിയും നെറ്റ് ട്രേഡ് വോളിയം. അതെ, ഇത് വെച്ചിട്ട് പുള്ളി അതിന്റെ ഒരു ഗ്രാഫിക്കൽ ഒരു റെപ്രസെന്റേഷൻ പോലെ ഉണ്ടാക്കും. ഓക്കെ, സ്റ്റോക്ക് ഉണ്ട്. ഇത് 400 സ്റ്റോക്കേ ഉള്ളല്ലോ. ഇത് SMAയുടെ അല്ലേ? നമ്മളെടുത്ത SMAയുടെ ഡേറ്റ എന്തോ. ഓക്കെ, അപ്പൊ അതാണ് NSEയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ എക്സലും പഠിച്ചു, ഗൂഗിൾ ഷീറ്റും പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ. എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ പഠിച്ചത്. പക്ഷെ ആരും മിണ്ടത്തില്ലൊന്നും. സന്ദീപിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ദിഗംബരൻ പുള്ളിയാണ് പുള്ളിക്ക് കമന്റ് അടിക്കുക. ഓക്കെ, ഇനി ആരാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്? എല്ലാരും പോയ 11 പേരായി ചുരുങ്ങി. അശ്വതിയോട് പറയാൻ പറഞ്ഞു, അശ്വതി മുങ്ങിയാട്ടാ. അശ്വതി ഇപ്പൊ ലെഫ്റ്റ് ആയി. ഒരു ക്ലാസ് നാളെ ഓഫ് അല്ലേ? ഇന്ന് രാത്രി ക്ലാസ് പറഞ്ഞു തരത്തില്ലേ? അശ്വതി എല്ലാം എടുത്ത് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം പറയാം എനിക്കിത് കിട്ടി എന്ന് പറയും. ഇൻട്രാഡേയില് നിങ്ങൾ ഗ്രൂപ്പിൽ സൂക്ഷ്മമായിട്ട് മോണിറ്റർ ചെയ്താൽ മതി. രാവിലെ ഒരു 12-1 മണി വരെ. ചോദിച്ചോക്കെ ആള് കിട്ടില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സൂര്യ ചേച്ചി ഉണ്ട്. പറയാനോ, ചോദിക്കാനോ, പറയാം, സംസാരിക്കാനോ? ക്വാണ്ടം തിയറിന്റെ ക്ലാസ് ഉണ്ട് പറഞ്ഞു. ക്ലാസ് എടുക്കണമെങ്കിൽ സയൻസ് അറിയാവുന്നവരുണ്ട്. സൂര്യ മാഡമാണോ? അതെ, ചാറ്റിലുണ്ട്.
അയ്യോ. അയ്യോ, ആരോ വയലന്റ് ആയി. എല്ലാവർക്കും നന്ദി. ഇന്ന് പോവാൻ തോന്നുന്നു. സ്ക്രീനറിനകത്ത് നമുക്ക് എക്സൽ ഡേറ്റ ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റത്തില്ലേ ഓരോ സ്റ്റോക്കിന്റെ? സ്ക്രീനറിനകത്തില് പറ്റുമെന്നാണ്. അതിനകത്ത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ചാർട്ട് അനാലിസിസ് ഒക്കെ ചെയ്ത് സ്ക്രീനറിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് എക്സലിന്റെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ. അവിടെ ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ഡേറ്റ ഡൗൺലോഡ് ചെയ്യുക. അടിയിൽ ആ KPI എങ്ങനെ എടുക്ക്, ഏതെങ്കിലും ഒരെണ്ണം മതി. ഇനി എക്സ്പോർട്ട് ടു എക്സൽ ആ ഫയൽ ഓപ്പൺ ആക്കണം. ഇതിനകത്ത് കുറെ ഡേറ്റകളില്ലേ? പുതിയൊരു ഷീറ്റിനകത്ത് ഈ ഡേറ്റകൾ ഏതെങ്കിലും വെച്ച് ഒരു ചാർട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം. ഏത് ഡേറ്റ വെച്ചിട്ട്? ബാലൻസ് ഷീറ്റ്, അതോ ക്യാഷ് ഫ്ലോ? ഇതിനകത്ത് കുറെ ഡേറ്റകൾ ഉണ്ടല്ലോ, ഡാറ്റ ഷീറ്റ്. ഈ ഡേറ്റകളില്ലേ, ഇപ്പം സെയിൽസിന്റെ ഒരു ചാർട്ട് അല്ല, ചുമ്മാ സെയിൽസിന്റെ ഒരു ഗ്രാഫിക്കൽ ചാർട്ട് എടുത്തിട്ട്. ഒരു മിനിറ്റ്. അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോന്ന് തോന്നില്ല. ചാർട്ട് റെഡി. ഇനി അത് സേവ് ചെയ്യാ ഫയല്. സേവ് ആയോ? സേവ് ആയില്ലേ? സേവ് ടെക്നോളജി ടെക്സ്റ്റ്. screener.excel എന്നൊന്ന് വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്യേ ഗൂഗിളില്. screener.excel. ഒരു മിനിറ്റ്. ഡോട്ട് ഇൻ എക്സൽ. അത് തന്നെ. ഇത് അതല്ല, ബാക്ക് പോ. കസ്റ്റമൈസ് ഡാറ്റ അതുമല്ല. അതൊന്ന് എടുത്ത് നോക്കി. ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫയൽ. അല്ല, ഇതല്ല. excel.upload ഒന്ന് അടിച്ചു നോക്കി. ഇന്നൊക്കെ മാറ്റിയിട്ട്, ഡോട്ട് ഇൻ ഒക്കെ മാറ്റിയിട്ട്. എക്സൽ ഡോട്ട് ഇൻ മാറ്റിയിട്ട് അപ്ലോഡോ? support.screener.in ആണോ? സപ്പോർട്ട് അല്ല. ഞാൻ സ്ക്രീനറിനകത്ത് ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ഏരിയ ഉണ്ട് ഫോട്ടോയില്. എന്റെ മെസ്സേജ് screener.in/excel. Yobi, screener.in/excel. screener.in/excel. അതേപോലെ നമ്മൾ എടുത്ത നേരത്തെ.
അല്ല. ഇല്ല ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു സ്ഥലം വരും. ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇത് തന്നെ. ഇവിടെ നമ്മുടെ ആ ഫയൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ റാൻഡം ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ചാർട്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ല, ഡാറ്റ സ്റ്റോക്കിന്റെ റൂട്ട് മൊബൈൽ കൂട്ട് മൊബൈൽ ROUTE. ROUT. ഓക്കെ. ഇനി ഒന്ന് എക്സ്പോർട്ട് കൊടുക്ക്. ഇനി എക്സ്പോർട്ട് ടു എക്സൽ. എക്സ്പോർട്ട് ടു എക്സൽ. ഓക്കെ. ഇനി ആ ഫയൽ ഓപ്പൺ. കണ്ടോ ഡാറ്റ വന്നേ? ഇല്ല വെയിറ്റ് വന്നു. ഓക്കെ, അത് ആ ചാർട്ട് വന്നു. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് കംപ്ലീറ്റ് അനാലിസിസ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി ഏത് ചാർട്ട് എടുത്താലും ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഗുഡ് ഇൻഫർമേഷൻ. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പണിയായി. ഇനി അതിന്റെ പുറകെ അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി എക്സൽ പരിപാടി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഫുള്ള് ഓപ്ഷനകത്ത് അനങ്ങി കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയാൻ പറ്റും. പക്ഷെ ഞാൻ എടുക്കാറില്ല ഇപ്പോൾ ട്രേഡ്. ഓപ്ഷനകത്ത് എവിടെ അനങ്ങി കഴിഞ്ഞു ഇവിടെ നോക്കി കഴിഞ്ഞാൽ സമ്മറി ഫുള്ള് ഇവിടെ കിട്ടും. നിഫ്റ്റി, വിക്സ്, ഇന്നത്തെ ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും കുറെയൊക്കെ. ഡേറ്റ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് അപ്പ് ഡൗൺ എല്ലാം വരും. ചാർട്ട് ഉണ്ടോ? മന്ത്ലി, 6 months, 3 months, 1 year, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി പോയിന്റ്സ്, ബൈ അബോ, സെൽ അബോ, ഇതെല്ലാം ഓട്ടോമാറ്റിക് വരും. സെൽ ബിലോ, ടാർജറ്റ്, പിന്നെ ഇൻഡീസസ്, ഏതെങ്കിലും ഇൻഡീസസ് ആണെങ്കിൽ അന്നേരം നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഓപ്ഷൻ എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് എല്ലാം ഞാൻ ഗൂഗിൾ ഷീറ്റിൽ കുത്തിയിരുന്നുണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. വളരെ റെയറായിട്ട്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണം. FIDI ഡാറ്റ ഫുൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് വരും. ജൂലൈ വരാണ്ട്. ജൂലൈ 1 തൊട്ട് ജൂലൈ 11 വരെയുള്ള ഡാറ്റ വന്നിട്ട് ഇനി ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഓവറാൾ 2024 വരെയുള്ള ഓവറാൾ BuySL, FIയുടെ BuySL, അതിന്റെ മന്ത്ലി ചാർട്ട്, വോളിയം, IV, സ്റ്റോക്ക്. ഇത് മറ്റേ ഗ്രാൻഡ് സ്ക്വയർ ഓഫ് 9ന്റെ ഇത് വെച്ചിട്ടാ. അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ്. പക്ഷെ ഗുണം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്രാൻഡ് സ്ക്വയർ ഓഫ് 9 എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അത് വെച്ചിട്ട് BuySL, ടാർജറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കുറെ വട്ടുകൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കുറെ ചെയ്യുന്നുണ്ട്. പിന്നെ പെയർ ട്രേഡിങ്, ഒരേ സെക്ടറുള്ള 2 സ്റ്റോക്കുകളെ സെല് ചെയ്തിട്ട് അല്ല ബൈ ചെയ്തിട്ട് പെയർ ചെയ്യുന്ന പരിപാടി. അങ്ങനത്തെ കുറെ എക്സലിൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറെ സമയം ഞാൻ മെനക്കെടുത്താറുണ്ട്. ഓക്കെ, അപ്പൊ വേറെ ആൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി ആരും ഒന്നും മിണ്ടൂല. നമുക്ക് ഇവിടെ വെച്ച് അപ്പൊ എല്ലാവർക്കും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ശരിയെന്നാ. താങ്ക്സ്. ഞാൻ ചോറുണ്ടല്ലോ. അപ്പൊ എല്ലാവരോടും നന്ദി. ഇന്ന് റെക്കോർഡിംഗ് ഇല്ലല്ലോ. ഇന്ന് വരാത്തവർക്ക് നഷ്ടം. റെക്കോർഡിങ് സിബിനുണ്ട്. ഇനി റെക്കോർഡ് ചെയ്തോ അറിയത്തില്ല. സിബിനെ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. കൊടുക്കണ്ട. അപ്പൊ ഇന്ന് നമ്മുടെ മല്ലൂസ് ഗ്രൂപ്പിന്റെ 1ാം വാർഷികമാണ്. എല്ലാവർക്കും താങ്ക്സ്. ബൈ. ഒരു വയസ്സായി. ഒരു മാസമല്ല, ഒരു വർഷം. ഒരു വർഷം. ഓക്കെ. പ്രൊഫസർ പണിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. പ്രൊഫസർ പണിയിലാണ്. ഒരു ദിവസമെങ്കിലും മൈക്ക് തുറന്ന് സംസാരിച്ചിട്ടില്ല, എന്നിട്ടാണ് വാചകം അടിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കാറൊക്കെ ഉണ്ട്. കൺക്ലൂഷൻ പോരട്ടെ.
പറ എല്ലാവരും നന്ദി പറഞ്ഞിട്ട് പോകും. ഇന്ന് നമ്മുടെ മാറ്റൂസിന്റെ 1ാം വാർഷികം പ്രമാണിച്ച് ഇങ്ങനെ ഒരു മീറ്റ് അറേഞ്ച് ചെയ്ത തുടക്കത്തിൽ കയറാൻ പറ്റിയിട്ട് ആരെ സംസാരിച്ചറിയില്ല. ആയിരുന്നു ഞാൻ വന്നപ്പോൾ ആഷിക്കിനും പിന്നെ ജോബ് ചേട്ടനും ഫ്രണ്ട് ചേട്ടനും പിന്നെ അവിടെ ആരെല്ലാണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി. ഗ്രൂപ്പിന്റെ പേരിലും പങ്കെടുക്കാത്ത എല്ലാ അംഗങ്ങളുടെ പേരിലും പങ്കെടുത്ത എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പോരെ? താങ്ക്സ്. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയ പോയി. ചെറിയതെല്ലാം പോയി എന്തെല്ലാം തപ്പണം എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മുഴുവനായി ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറച്ച് പണികളിലാണ്. അപ്പൊ അതും കൂടി ഇതിന്റെ ആ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. ഒരു ഇന്നെന്താ കൂടെ ഉണ്ട്. സ്പെഷ്യൽ ഇന്നെന്താ ഗൂഗിളിന് സ്പെഷ്യൽ പകരം സാധനം ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ പറ്റും. തോന്നുന്നു? അലന്റെ ഒരു സ്പെഷ്യൽ പുതിയ സാധനം ഉണ്ടാക്കാൻ തോന്നുന്നു? പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞ AI ഉണ്ട്. സെർച്ച് എഞ്ചിന് പകരം ഉപയോഗിക്കാം, ഗൂഗിളിന് പകരം. ഉണ്ടാവില്ല. ഏതാണ് പറഞ്ഞത്? പെർപ്ലക്സിറ്റി ചോദിച്ച് എടുക്കുന്നതാണ്. പുള്ളി വെറുതെ ഇരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ റെക്കോർഡിംഗ് ചെയ്തിട്ടില്ലല്ലോ സിബിൻ, അപ്പൊ രക്ഷപ്പെടും. ഇതെന്താ ചെയ്യുന്നേ? ഇതിനകത്ത് നമ്മള് ഗൂഗിളിന് പകരം ഉപയോഗിക്കും. കുറെ ഡേറ്റ കിട്ടും നിങ്ങളൊരു കാര്യത്തെ പറ്റി ചോദിച്ചാൽ. ഓക്കെ. അതെ, അശ്വതി തിരിച്ചു വന്നിട്ടുണ്ട്. എന്തോ പറയാനുണ്ടെന്ന് അശ്വതിക്ക്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു മീറ്റിങ്ങിന് പോയതാ, അന്നേരം രണ്ടും കൂടി തരത്തിലായിരുന്നു. അതാ ഞങ്ങൾ റെഡിയാണ്. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയാവോ? എനിക്കൊരു സ്ട്രാറ്റജിയും ഇല്ല. ഓപ്പൺ ചെയ്യുന്ന പിവോട്ടിന്റെ മുകളിലാണെങ്കിൽ ചാടി എടുക്കും, റെസിസ്റ്റൻസി ചാടി ഇറങ്ങും. എനിക്ക് അത്ര അറിഞ്ഞുകൂടുള്ളൂ. അല്ല, അത് അന്നേരം 10,000 സ്റ്റോക്കിൽ 10,000-3000 പിവറ്റിന് മേളിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എനിക്ക് ഇല്ല 10,000 സ്റ്റോക്ക് ഒന്നും ഞാൻ ട്രാക്ക് ചെയ്യത്തില്ല. എനിക്ക് സ്ഥിരം നോക്കുന്ന കുറച്ച് സാധനങ്ങൾ കാണും, അല്ലെ ചലഞ്ച് സ്റ്റോക്കിലത്തേത് കാണും, അത്രേ ഉള്ളൂ. എക്സാമ്പിൾ മെയിൻ ആയിട്ട് കുറച്ച് സ്റ്റോക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തന്നെ സിർമയൊക്കെ ഇല്ലേ? ഏത് ഫ്രൈഡേ വാച്ച് ലിസ്റ്റ്? ഫ്രൈഡേ മൺഡേയിലേക്കുള്ള വാച്ച് ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചാടി എടുക്കാമല്ലോ. ഞാൻ നോക്കിയൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ട്. ACME സോളാർ കഴിഞ്ഞ ദിവസം, പക്ഷെ അത് ഏതാണ്ട് 2 സാധനമുണ്ട്. ക്രിസാക്കൊന്നും ഇൻട്രാഡേ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു, ഞാൻ ഡെലിവറി ആയിട്ടായിരുന്നു മേടിച്ചത്. അതും ഓസ്വാൾ പമ്പും ഒക്കെ അത് അന്നത്തെ മൂവ്മെന്റ് കണ്ടിട്ട് വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേയും അതൊന്ന് കറക്റ്റ് ആയിട്ട് പിവോട്ടിന് മേലെയായിരുന്നു, അപ്പൊ എടുത്തു. ACME സോളാർ അതേപോലെ തന്നെ കയറുന്നേ കണ്ടു, അന്നേരം എടുത്താണ്. അതിന്റെ മുകളില് പക്ക അത് പിവോട്ട് റെസിസ്റ്റൻസിലാണ് ഞാൻ ചാടി ഇറങ്ങുകയും ചെയ്തത്. അതേപോലെ സിർമ സ്റ്റോക്ക് പൊതുവെ നോക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, സ്ഥിരമായിട്ട് നോക്കുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കയ്യില്. അല്ലാതെ പുതിയത് അവിടെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സാക്ട് പെർസെന്റേജ് നോക്കാറില്ല. ചിലപ്പോ അത് R1 ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ R2 എത്തുന്നോ നോക്കും. എത്തുന്നില്ലെങ്കിൽ R1 ഇവിടെ തിരിച്ചു അതിന് താഴെ പോവുകയാണ്, ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ അവിടെ ഞാൻ ചാടി ഇറങ്ങും. അതായത് സെയിം R1 R2 പോവുകയാണെങ്കിൽ R2 ഇറങ്ങും. R2 ക്രോസ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ താഴെ R1 ഞാനൊരു സപ്പോർട്ട് പോലെ വെച്ചേക്കും, SL പോലെ വെച്ചേക്കും. അങ്ങനെ പറയുന്നതൊന്നും നടക്കത്തില്ല. എനിക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ഒന്നും അറിയത്തില്ല. ഞാൻ നോർമൽ പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇട്ടു വെച്ചേക്കുന്നു. അത് കറക്റ്റ് ആയിട്ട് അതെ, പിവോട്ട് പോയിന്റ് ട്രഡീഷണൽ എന്നല്ലേ പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും പോകണ്ട, പൈസ ഉണ്ടാക്കാം. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഒരുപാട്, എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് നോക്കാൻ പോകുമ്പോൾ എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകാത്ത രീതിയിൽ പോയിട്ടുണ്ട് അനുഭവം. അതുകൊണ്ട് ഞാൻ അത്രയും ചിന്തിക്കാൻ പോകാതെ പിവോട്ടിന് മേളിലാണെങ്കിൽ സൗകര്യത്തിന് വരുവാണെങ്കിൽ മാത്രം എടുക്കും, അല്ലെങ്കിൽ എടുക്കത്തില്ല. ചില ദിവസങ്ങളിൽ മൂവ്മെന്റ് ഉള്ള ദിവസം കറക്റ്റ് ആയിട്ട് വരും, കറക്റ്റ് ആയിട്ട് കിട്ടും, കറക്റ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യും. സ്വിങ്ങിന് എടുക്കുവാണെങ്കിൽ അറിയുന്ന കുറച്ച് സ്റ്റോക്കുകൾ അശ്വതി സ്റ്റോക്ക് എടുത്താലോ അത് അശ്വതി പറയുന്ന പോലെ മൂവ് ചെയ്യത്തുള്ളൂ സാറേ.
പുള്ളിക്കാരിക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഫണ്ടുണ്ട് ഞാൻ അച്ഛന്റെയും മതി. ഞാൻ അതിന് മാത്രം ഫണ്ടിട്ട് കളിക്കുന്ന വ്യക്തികളല്ല, ഇവിടുത്തെ ആശാമാരെ പോലുള്ള ഫണ്ടിട്ട് കളിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ഒരു സ്റ്റോക്ക് അങ്ങനെ ഇൻട്രാഡേ ഒരു 1,00,000 രൂപയ്ക്ക് എടുക്കുവോ ഇൻട്രാഡേ? ഞാൻ പോവാണേ. അല്ലല്ല കരണ്ട് വെച്ചാ കളിയാക്കിയതല്ല. വളർത്തണ്ട. റേഞ്ച് എത്ര? ഒരു 26? ദൈവമേ, പ്രോഫിറ്റ് ആണോ? അല്ല സ്റ്റോക്ക് സ്റ്റോക്ക് എത്ര എടുക്കുന്ന അയ്യോ, അല്ല എത്ര എടുക്കാനാണോ? ക്വാണ്ടിറ്റി എടുക്കും? ക്വാണ്ടിറ്റി എത്ര എടുക്കാനാണ് എടുക്കും? ക്രിസാക്ക് ഞാൻ എടുത്തത് ഫണ്ട് ക്രിസാക്ക് എടുത്തത് 400 എണ്ണമായിരുന്നു. ക്വാണ്ടിറ്റി അത്ര എടുക്കും. ഈ ക്രിസാക്ക് ഒക്കെ 400 എടുത്തായിരുന്നു. പക്ഷെങ്കിൽ എല്ലാം ഒന്നും അത്രയും ക്വാണ്ടിറ്റി എടുക്കത്തില്ല. ചിലപ്പോൾ 200 സംതിങ് റേഞ്ചിൽ വരുന്ന സ്റ്റോക്ക് ഒക്കെയാണ്. ചിലപ്പോൾ ഞാൻ 250 ചിലപ്പോൾ അത്രയൊന്നും എടുക്കണ്ട. 100 എടുത്താത്ത MBAPL 100 എടുത്തിട്ട് ജസ്റ്റ് 1000 രൂപ പ്രോഫിറ്റിൽ ഇറങ്ങാറുണ്ട്. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ് ആ റെസിസ്റ്റൻസ് MBAPL ഞാൻ 100 എടുത്തുള്ളൂ. അത് 419 റെസിസ്റ്റൻസ്. അത് എക്സാക്ട് 419 അന്ന് വീണായിരുന്നു. പിറ്റേ ദിവസം കയറിയായിരുന്നു 430 റേഞ്ച് വരെ പോയായിരുന്നു. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞേ. ഞാൻ എടുത്തു 419 റെസിസ്റ്റൻസ് ചെയ്തായിരുന്നു. ഇത് 250 4-5 പോയിന്റ് അങ്ങനെ എടുക്കും അല്ലേ? 1000 രൂപ 1000 രൂപ കിട്ടിയാലും ഇറങ്ങും. ക്രിസാക്ക് കൂടുതൽ എടുത്തോണ്ട് കൂടുതൽ കിട്ടി. ACME അതെ, ACME ഞാൻ 158 എടുത്തായിരുന്നു. അതും അന്നേരത്തെ കണ്ടുപോലെ. അപ്പൊ വേറെ എന്തെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ നമുക്ക് അത്ര എടുക്കാൻ പറ്റത്തില്ല. 100, 200 ഒരു 200 രൂപയുടെ സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ ഏറെക്കുറെ ഒരു 200, 300 രൂപയുടെ സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 200 ഒക്കെ ചിലപ്പം എടുക്കും. 200, 300 ഒക്കെ ഇൻട്രാഡേ ആയിട്ട് എടുക്കുവാണെങ്കിൽ. അതിൽ കൂടുതലായിട്ട് എടുത്തത് ഞാൻ ഗബ്രിയേലി കളിച്ചു. അതെ, ഞാൻ ഗബ്രിയേലി കളിച്ചപ്പോൾ കുറച്ച് കൂടുതൽ കണ്ടിട്ട് കളിച്ചായിരുന്നു. നല്ലപോലെ പ്രോഫിറ്റ് കിട്ടിയത് ഗബ്രിയേൽ ആയിരുന്നു. കാരണം അതൊരു കൂടുതൽ ഇട്ടപ്പം കിട്ടി പൈസ. അതുകൊണ്ട് ഞാനൊന്ന് കഴിഞ്ഞ ദിവസത്തെ മൂവ്മെന്റ് വെച്ചിട്ട് ഗബ്രിയേൽ മൂവ് ചെയ്തുകൊണ്ട് സെയിം പരിപാടി ഞാൻ എടുത്തതാണ് കഴിഞ്ഞ ദിവസത്തെ മൂവ്മെന്റ്. അതും പിവോട്ട് നോക്കി തന്നെ എടുത്തത്. പിവോട്ട് നോക്കി കൂടുതലൊക്കെ ഞാൻ EMA അതും ഇതൊക്കെ നോക്കാൻ പോകുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവാറില്ല. പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാറില്ല, ഇറങ്ങുന്നത് പ്രത്യേകിച്ച്. എങ്ങനെ ഇറങ്ങുന്നത് മടിച്ചു നിൽക്കാറുണ്ട്. അതേസമയം പിവോട്ടിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ ഇത്ര വരെ എത്തുമ്പോൾ ഇറങ്ങാം എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 പോയിന്റ് കൂടെ കൂടാം, എന്നാലും ഇറങ്ങും. ഓക്കെ. ഞാൻ എൻട്രി എടുക്കും, പക്ഷെ എക്സിറ്റ് ആവത്തില്ല. അതാണ് പ്രശ്നം. അടിച്ച് ലോസിൽ പോകും. സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാറില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് ട്രേഡ് എടുക്കാറില്ല. ക്രിസാക്ക് കഴിഞ്ഞ ദിവസം അവിടെ പറയുന്നുണ്ടായിരുന്നു, താഴെ വന്നിട്ട് വന്നു. ഞാൻ SL ഓർഡർ ഇട്ട് വെക്കുന്ന ശീലം എനിക്കില്ല. പക്ഷെ ഞാൻ അപ്പർ സർക്യൂട്ടിന്റെ 1 പോയിന്റ് 2 പോയിന്റ് താഴെ സെൽ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ ക്രിസാക്ക് ആദ്യത്തെ ദിവസം ആ അപ്പർ കട്ട് കണ്ടിന്യൂറ്റി കാരണം. പക്ഷെ താഴെ വരുവാണെങ്കിൽ ഞാൻ നോക്കിയിരിക്കുന്നോണ്ട് SL ഇട്ട് വെക്കാറില്ല. നോക്കിയിരിക്കാത്തവർക്ക് SL ഓർഡർ ഇട്ട് വെക്കണമായിരിക്കും. അതെ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ലാസ്റ്റ് 5 ഡേയ്സിന്റെ സ്റ്റോക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, അന്ന് തന്നോ? ഇതൊന്നും കണ്ട് ട്രേഡ് എടുക്കാൻ നിൽക്കല്ല, നല്ല പണി കിട്ടുക. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് 5 ഡേയ്സ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞ സ്റ്റോക്കുകളായിരുന്നു അതെല്ലാം. ഗബ്രിയേൽ ആയാലും അതിന് മുമ്പലത്തെ ഗബ്രിയേൽ, ACME സോളാർ, അതിന് മുമ്പ് പറഞ്ഞ ക്രിസാക്ക് ബുഷ്രയാണെന്ന് തോന്നുന്നു അത് കൊണ്ടിട്ടത്. MBAPL അതിന് മുമ്പലത്തെ അതിൽ തന്നെ പറഞ്ഞേക്കുന്ന സ്റ്റോക്കുകളാണ് ഞാൻ നോക്കി വെച്ചതെല്ലാം. ക്രിസാക്കൊക്കെ ബുഷ്ര കൊണ്ടിട്ടാന്ന് തോന്നുന്നു. അതൊക്കെ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി അത്യാവശ്യം നല്ലൊരു ഇൻട്രാഡേ ട്രേഡറാണ്. കഴിഞ്ഞ ദിവസം അതേപോലെ ACME സോളാർ വേറെ ആരോ അവിടെ ഷാഹിറോ അങ്ങനെ ആരോ കൊണ്ടിട്ടായിരുന്നു. അല്ല, അന്ന് ഞാൻ ഇൻട്രാഡേ എടുത്ത സമയത്ത് അത് അന്ന് ഷാഹിർ രാവിലെ കൊണ്ടിട്ടതായിരുന്നു ACME സോളാർ. എനിക്ക് തോന്നുന്നു അന്ന് കൊണ്ടിട്ടപ്പം 292 അങ്ങനെ കണ്ട റേഞ്ചാണോ, അങ്ങനെ ഒരു റേഞ്ചിലും കണ്ട കൊണ്ടിട്ട് അവിടുന്ന് നേരെ ഒറ്റയടിക്കത് പോയായിരുന്നു, മേലേക്ക് പോയായിരുന്നു. അത് ഏതായിരുന്നു ഞാൻ ഓർക്കുന്നത്, 272 292 273 അങ്ങനെ കണ്ട റേഞ്ചിൽ നിന്നാ പോയത്. ഒരു പോക്ക് പോയത് 300 എങ്ങാണ്ട് വരെ പോയി. ഞാൻ അതിനും പറഞ്ഞു. എന്നാലും അതേപോലെ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്തത് ഡാബർ ആയിരുന്നു.
ഡാബർ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു, സാർഡേനും നോക്കിയായിരുന്നു. ഇത് കയറുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾക്കൂടെ കയറാൻ ഒരു ധൈര്യം ഉണ്ട്. അശ്വതി കയറി ഷോക്കാവാൻ പിന്നെ പോയില്ല എന്നുള്ള ധൈര്യം കിട്ടും. ഞാൻ എനിക്ക് നിങ്ങളുടെ അത്രയും അറിവും വിവരമൊന്നുമില്ല. ഞാൻ ഒരു അറിവൊന്നുമില്ല, തോന്നലിന് കഴിവ് മതിയല്ലോ. ഞാൻ അറിവ് അവിടെ ആർക്കും ഗബ്രിയേൽ കഴിവല്ലേ. എടുത്ത് എനിക്കറിഞ്ഞൂടാ, ഞാൻ ആകെ 1-2 എടുക്കുന്ന ദിവസം ഞാൻ അവിടെ പറയാറുണ്ട് സിർമ, സെനോർ, ഗബ്രിയേലൊക്കെ ഞാൻ അവിടെ വിളിച്ചു പോവാറുണ്ട്. പിന്നെ അവിടെ എക്സ്പേർട്സ് ഒക്കെ ഉള്ളവരാണ് കൂടുതൽ, അവർക്ക് കറക്റ്റ് ഇതിന്റെ ഇരട്ടി നോക്കിയെടുക്കാൻ അറിയുന്നവരവിടെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മള് അവിടെ ഇടുന്നത് നോക്കാനറിയാം, നോക്കിയെടുക്കുക. എടുക്കാൻ അതൊക്കെ അറിയില്ല. തെറ്റിദ്ധാരണയാണ്. എക്സ്പേർട്ടുകളെല്ലാം കരഞ്ഞോണ്ടിരിക്കുക നോക്കാനറിയാം, അല്ലേ എടുക്കാൻ ജോബി? അറിയില്ല. അതെ, നമുക്ക് കഞ്ഞി കുടിക്കാൻ പോലും കിട്ടുന്നില്ല. അതാ അവസ്ഥ. അയ്യോ. ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് എക്സ്പേർട്സ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് നോ ഷെയർ റെക്കോർഡിംഗ്, ചെയ്താൽ. റെക്കോർഡിംഗ് ഇല്ല. നമ്മള് റെക്കോർഡിംഗ് നോട്ട് എക്സലിലായിരുന്നു അവൈലബിൾ. കളിയത് മൊത്തം. അതോ എക്സൽ എക്സലൊക്കെ മൊത്തം അശ്വതി അരിച്ചു ചെയ്ത് കലക്കി കഴിഞ്ഞാൽ പെറുക്കി പറഞ്ഞു. പണിയില്ലാത്തതുകൊണ്ട് അശ്വതി അതിനകത്ത് തന്നെ ആർമാദികമായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ എക്സലും ഗൂഗിൾ ഷീറ്റും ഒക്കെ. എക്സൽ ഞാൻ എക്സൽ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് കൂടുതലും. ഞാൻ എക്സലിൽ ഇട്ട് വെക്കാറുണ്ട്, ഗൂഗിൾ ഷീറ്റിൽ ഇട്ട് നമ്മുടെ ചലഞ്ച് സ്റ്റോക്ക് തന്നെ ഇട്ട് വെച്ചിട്ട് അതിനകത്ത് എനിക്കൂടെ തോന്നുന്നത് വാച്ച് ലിസ്റ്റ് മൂന്ന് വാച്ച് ലിസ്റ്റ് ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓരോന്ന് വെച്ചേക്കുന്നുണ്ട് പുറത്തോട്ട് വരട്ടെ. അക്കൗണ്ടിൽ. ഓക്കെ, ഓരോന്ന് പുറത്ത് വരട്ടെ. അപ്പൊ ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്യണേ കേട്ടോ. അല്ല, അങ്ങനെയല്ല നമ്മുടെ തന്നെ ഒന്നും പറയാൻ മൊബൈൽ. വയ്യാത്തല്ലേ? അല്ല, എന്ന് അല്ലെ, വെച്ചാൽ നമ്മുടെ എളുപ്പം ഗൂഗിൾ ഷീറ്റ് അതായിരിക്കുമല്ലോ. ചെയ്യുന്ന ആൾക്കാരല്ലേ. ഓക്കെ. അത് നമ്മുടെ തന്നെ ഡിമാറ്റിൽ ഞാൻ അവിടെ ജസ്റ്റ് ഏകദേശം 15 ആകുമ്പോൾ ജസ്റ്റ് അപ്പൊ തന്നെ ചുമ്മാ ചാർട്ടുകളൊന്നും എടുത്തു വെച്ച് നോക്കും. അതിനകത്ത് ഓക്കെ കൊള്ളാലോ, ചാർട്ട് ഉണ്ടോന്നൊക്കെ തോന്നുകയാണെങ്കിൽ വാച്ച് ലിസ്റ്റ് ഇട്ട് വെക്കും. ചിലപ്പോൾ ഒരു 2-3 വാച്ച് ലിസ്റ്റ് കാണും. ആ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റോക്ക് അതിൽ തന്നെ ഒരു വാച്ച് ലിസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഇന്ന് മൂവ് ചെയ്തില്ല എങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. നെക്സ്റ്റ് ഡേ ഇന്ന് മൂവ് ചെയ്യാത്ത സ്റ്റോക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് ശ്രദ്ധിക്കും. തിങ്കളാഴ്ച മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ ആൾക്കാർ ഇട്ടേക്കുന്നത്. തിങ്കളാഴ്ച മൂവി ചെയ്തില്ല എങ്കിൽ അത് ഞാൻ ചൊവ്വാഴ്ചയിലേക്ക് വാച്ച് ചെയ്യും. അപ്പൊ ഗൂഗിൾ ഞാനിടുന്ന ഷീറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ വാച്ച് ലിസ്റ്റ് വരാറേ ഇല്ല. അതെ, ഗൂഗിൾ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല. നമുക്കിങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടും റിയൽ ടൈമിൽ സ്റ്റോക്കുകൾ. അപ്പൊ ഇന്ന് കുറച്ചൊക്കെ അതെ, ബെന്നും ജെറിനും ഇല്ലാന്നുണ്ട് അലമ്പായില്ല. രണ്ടും അലമ്പാക്കിയത്. ഓക്കെ, അപ്പൊ താങ്ക്സ്. ഞാൻ പോകും, ഫുഡ് കഴിക്കണം. ബൈ ബൈ. ബൈ. ഓക്കെ, എല്ലാവർക്കും നന്ദി.